ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. അപ്പോൾ അതിൽ മാനസികാരോഗ്യം എന്ന തലം, പ്രത്യേകിച്ച് സൈക്കോസൊമാറ്റിക് ഡിസീസസ്, ഡിസോർഡേഴ്സ്, മനോജന്യ രോഗങ്ങൾ എന്ന് പറയും. ശരീരത്തിൽ അസുഖമില്ലെങ്കിൽ പോലും മനസ്സിന്റെ ശക്തി കൊണ്ട് രോഗമുള്ളതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ആ ഒരു പ്രത്യേക പ്രതിഭാസം അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചിലപ്പോഴൊക്കെ അത് യാദൃശ്യമായി കൂടി പോകാം. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് അങ്ങനെ ഒരു പ്രായോഗിക പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അടുത്ത വീട്ടിലെ ആളുകൾക്ക് ആരോഗ്യം കോവിഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു അസ്വസ്ഥത നേരിട്ടിരുന്നു. ഓക്കെ, എന്തൊക്കെയാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിന്റെ പ്രത്യേകതകൾ? എങ്ങനെയാണ് നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റുന്നത്? എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് സെൻസാർ നമ്മൾ സംസാരിക്കും. സെൻസാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ഓക്കെ, സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ അല്ലെങ്കിൽ ഡിസോർഡേഴ്സ്, ആക്ച്വലി ഡിസോർഡർ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ വരുന്നത്. നമ്മൾ മലയാളത്തിൽ വരുമ്പോൾ അത് മാനസിക രോഗമൊക്കെ ആക്കി മാറ്റും. ഒരു ഓർഡർ ഇല്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ എപ്പോഴായാലും ബുദ്ധിമുട്ടുണ്ടാകും. അത് നമ്മുടെ മനസ്സിനുള്ളിലുള്ള ഓർഡർ ഇല്ലായ്മയാണെങ്കിൽ കൂടുതൽ. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്, ആക്ച്വലി എൻ്റെ PhD ഉള്ളത് പോലും സൈക്കോളജിയിലാണ്. ഈവൻ ദൻ ഞാൻ ആ ഒരു സൈക്കോളജിയും നമ്മുടെ ശരീരവും തമ്മിൽ ഒരുപാട് അങ്ങ് ബന്ധപ്പെടുത്തിയിട്ട് നോക്കാറില്ല. കാരണം ഒരു പെയിൻ, ഒരു വേദന ഉണ്ടെങ്കിൽ അത് വേദന തന്നെയാണ്, അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അല്ലെ? ഒരുപക്ഷെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു ലാബ് റിപ്പോർട്ടിനോ അല്ലെങ്കിൽ ഒരു അപ്രോച്ചിനോ, USGയോ അല്ലെങ്കിൽ മറ്റ് ആ ഒരു അപ്രോച്ചിന് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേദനയുണ്ട്. അപ്പൊ ആ വേദനയെ നമുക്ക് എന്തൊക്കെ രീതിയിൽ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയിൽ നിന്ന് ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടും എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ എൻ്റെ ചർച്ച. അതിൽ മാത്രം നിൽക്കുന്നില്ല. ആക്ച്വലി ഇതൊക്കെ നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിനെ സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാം എന്നുള്ളതിന്റെ ഒരു പോർഷൻ കൂടി ഞാൻ ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ സ്ലൈഡ് എടുക്കാം. സ്ലൈഡ് മുഖേന തന്നെ സംസാരിക്കാം. ഒരു സെക്കൻഡ്. സ്ലൈഡ് ഷോ ഇല്ലേ സർ? ഷോ ആയില്ല, സ്ലൈഡ് കാണാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോ അല്ലേ? ശരി. സാധാരണഗതിയിൽ ഒരു മാനസിക ബുദ്ധിമുട്ടുകള്, മാനസിക അസ്വസ്ഥതകള് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമോ, അത് ശരീരത്തിന്റെ അസ്വസ്ഥതയിലേക്ക് എത്തുമോ എന്ന് ചോദിക്കുമ്പോൾ പൊതുവെ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ചില വാക്കുകൾ ഒരുപക്ഷെ ഇതായിരിക്കും: ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോയി, എത്ര ഡോക്ടറെ കണ്ടു, എന്തൊക്കെ ടെസ്റ്റ് ചെയ്തു, അവർ പറഞ്ഞ ഒരുവിധമൊക്കെ ചെയ്തിട്ടുണ്ടാവാം, എന്തൊക്കെ മരുന്നുകൾ ഉപയോഗിച്ചു, എന്നിട്ടൊന്നും എന്റെ വേദന മാറുന്നില്ലല്ലോ, ഈ വേദനയ്ക്ക് ഒരു പരിഹാരം ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഈ വേദന കൊണ്ടാണോ മരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ഒരുപക്ഷെ കേഴ്സ്, നമ്മൾ ശപിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഒരു ആത്മകഥം കേട്ടിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ട് വരുന്നു, എന്താണ് അതിന്റെ റിയാലിറ്റി എന്നുള്ളതിലേക്കാണ് ഇന്ന് പോകുന്നത്. സാധാരണഗതിയിൽ ഒരു സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്ന എന്താണ്? സൈക്കോ എന്ന് പറയുന്ന വാക്ക് പൊതുവെ പറയുന്നത് റിലേറ്റഡ് ടു മൈൻഡ്, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അതേസമയത്ത് സൊമാറ്റിക് എന്ന് പറയുന്നത് ബോഡിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, ശരീരത്തിനെ സംബന്ധിച്ച കാര്യങ്ങൾ. ഈ സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്ന വാക്ക് പൊതുവെ വരുന്ന സമയത്ത് മനസ്സ് ശരീരത്തിനെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് നേരെ തിരിച്ചുണ്ട്, ശരീരത്തിന്റെ കഷ്ടതകൾ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് മാനസിക രോഗങ്ങൾ എന്നുള്ളത്. സ്റ്റിൽ നേരെ റിവേഴ്സ് ആയിട്ട് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് അതിനുശേഷം ഉണ്ടാവുന്ന ഒരു ഡിസോർഡർ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു ഓർഡർ ഇല്ലായ്മ, ആ ഓർഡർ ഇല്ലായ്മ നോർമലി ഒരു ക്ലിനിക്കൽ ഡിസ്റ്റർബൻസസിലേക്ക് എത്തുകയാണ്. എന്നാൽ ക്ലിനിക്കലി അൺഐഡന്റിഫൈഡ് ആണ്. അവിടെ ശരിക്കും നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്താണ് ഈ വേദന എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയുള്ളത്. പല അവസ്ഥകളുണ്ട്, അതിലേക്ക് ഞാൻ പോകാം. ബട്ട് ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡറിനെ പറ്റി നമ്മൾ അറിയുമ്പോൾ പൊതുവെ ഉള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിനെ പറ്റിയിട്ട് പെട്ടെന്നൊന്നും ഒരു ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് എന്തൊക്കെ
അഡ്വാൻസ് ആയിട്ടുള്ള ടെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ ഒന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അത് ശരിക്കും നമുക്ക് ആ പേഷ്യന്റ്, ആസ് എ പേഷ്യന്റ് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടർ എന്നെ വെറുതെ കളിപ്പിക്കുകയാണ്, എന്നോട് വെറുതെ പറയാണ് ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, ജീവിതത്തിൽ ഈ മാറ്റം വരുത്തണം, അതൊക്കെ വെറുതെ പറയുകയാണെന്നുള്ള ഒരു തോന്നലും വരും. അതുപോലെ തന്നെ ആ നമ്മുടെ കൂടെയുള്ള ആൾക്കാര് നമ്മളെ പറ്റിയിട്ട് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ അഷുറൻസ്, നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയുന്നത് ഒരു പാഴ്വാക്കാണെന്ന് നമുക്ക് പലപ്പോഴും പിന്നെയും തോന്നും. ആൻഡ് അതൊക്കെ കൂടിയിട്ട് എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തന്നെ വികാരങ്ങളെ, ഇമോഷൻസിനെ അത് ഒരുപക്ഷെ വളരെ വല്ലാത്ത റോളർ കോസ്റ്ററിലേക്ക് എത്തിക്കും, പെട്ടെന്ന് തന്നെ അപ്പ് ഡൗണിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് വൈകാരികമായിട്ടുള്ള നിയന്ത്രണം കിട്ടാതെ പോകും. ഇത് ആസ് എ പേഷ്യന്റ് ലെവലിൽ ഞാൻ ചിന്തിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അവെയർ ആയിട്ട് അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോട് പെരുമാറാനോ പറ്റും. അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ഉള്ള ഒരു വീട്ടില് അവർക്ക് ഒരുപാട് സമയം പോവും, ഒരുപാട് എനർജി, ഒരുപക്ഷെ ഈവൻ സംസാരിച്ചിട്ടും അല്ലെങ്കിൽ ഈവൻ നമ്മൾ പല ഹോസ്പിറ്റലുകളിൽ പോയിട്ടും ഒക്കെ എനർജി ലോസും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് പൈസയും പോകും. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 നമുക്ക് ലാഭം ഉണ്ടാവൂലേ? അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. പലപ്പോഴും ആസ് എ പേഷ്യന്റ് ഞാനിത് പറയുന്ന സമയത്തും എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് തോന്നുന്നത് ഇയാൾ ഇത് ശരിക്കും പറയുന്നതാണോ, അങ്ങനെ ഒരു വേദന അവിടെ, ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ പോയി അന്വേഷിച്ചു, അങ്ങനെ ഒരു മസിൽ പെയിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ വരാനുള്ള ഒന്നും കാണുന്നില്ലല്ലോ. തലകറക്കം ഇടയ്ക്കിടയ്ക്ക് വരിക, അല്ലെങ്കിൽ തലവേദന വരിക, എല്ലാ ബ്രെയിൻ ടെസ്റ്റും MRI ഒക്കെ നടത്തി, പക്ഷെ ഒന്നുമില്ല. എന്ത് ചെയ്യും? ഫേക്കിംഗ് ആണോ, ഇയാൾ കറക്റ്റ് ആയിട്ടുള്ളത് പറയാണോ, അല്ല എക്സാഗ്രേഷൻ മീൻസ് ഞാൻ ഉള്ളതിൽ നിന്ന് വളരെ കൂടുതലായിട്ട് പറയാ, ചെറിയൊന്ന് മുറിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ വല്ലാതെ വേദന എടുത്തിട്ട് ഉള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? ആ ബിഹേവിയർ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നതാണോ? അതല്ല വെറുതെ ഒരു റിവാർഡിന് വേണ്ടിയിട്ട്. റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ മോശം ബിഹേവിയറിൽ നിന്നുള്ളതാവാം, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാവാം, അതും അല്ലെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ ബെനിഫിറ്റ്, കൂടെ ലീവ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരാം. പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫ് ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ളവരിലൊക്കെ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ രോഗമുണ്ട് അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു മുറിവുണ്ട്, ആ ഒരു കാര്യത്തിനെ വളരെ കൂടുതലായിട്ട് തോന്നുക, അത് വലുതായിട്ട് തോന്നുക. അത് മാത്രമല്ല ഒരുപക്ഷെ BP. ഓക്കെ, BP എനിക്ക് വരാൻ, എൻ്റെ ഫാമിലിയിൽ പലർക്കും ഉണ്ടായിരുന്നു, എനിക്ക് BP വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിന്തിച്ചിട്ട് അത് തന്നെ ഒരു സ്ട്രെസ് ആയിട്ട് അല്ലെങ്കിൽ BP-യിലേക്ക് കൺവേർട്ട് ആവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതിന് ഇൽനെസ് ആൻസൈറ്റി എന്നാ പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്ന ഭാവങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ കൺവേർഷൻ ഡിസോർഡേഴ്സ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങിയിട്ട് ഈ ഒരു ചിന്ത കൊണ്ട് നമുക്ക് ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റീസിലേക്ക് എത്തുക. അതൊരു പക്ഷേ കാഴ്ച നഷ്ടപ്പെടുന്ന രീതിയിലേക്കോ, അല്ലെങ്കിൽ ചിലപ്പോൾ നംനെസ് ഫീലിംഗ്, ഒരു തൊട്ടു എന്നുള്ള ഫീലിംഗ് പോലും ഇല്ലാത്ത രീതിയിലേക്ക്, നംനെസ്സിലേക്ക് എത്തുക. അതല്ലെങ്കിൽ ചിലപ്പോൾ തലചുറ്റലും സെഷേഴ്സും ഒക്കെ വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ സൈക്കോസൊമാറ്റിക്കിന്റെ തന്നെ വകഭേദങ്ങളായിട്ട് ഉണ്ട്. ചില ഫാക്ട്സ് പറയുകയാണെങ്കിൽ പൊതുവെ സ്ത്രീകൾക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവാറ്. ഒരുപക്ഷെ അവർക്ക് സ്വന്തം എസ്റ്റീമിലേക്ക്, സെൽഫ് എസ്റ്റീം കുറയുന്നത് കൊണ്ടാവാം. ഞാൻ ആ ഒരു ടോപ്പിക്ക് അടുത്ത് കവർ ചെയ്യാം. ആ ഒരു സ്ത്രീകളുടെ സ്വന്തം കഴിവിനെ പറ്റി അവർക്ക് പൂർണ്ണമായിട്ട് ബോധമില്ലാത്തത് കൊണ്ട് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ പൊതുവെ തുടങ്ങുന്നത് 40 വയസ്സിന് മുന്നേ തന്നെ തുടങ്ങും. 40 എന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സിന് മുമ്പേ തുടങ്ങും. അതല്ലെങ്കിൽ കുറച്ച് പ്രായം കൂടിയ ആൾക്കാരിലും കാണാറുണ്ട്. ഈ ഒരു പാറ്റേൺ ഉള്ളവര് അതൊരു പക്ഷെ അവരുടെ ലൈഫ് ടൈം അതിലേക്ക് തന്നെ പോകാനാണ് സാധ്യത കൂടുതൽ. പലതരത്തിലുള്ള കംപ്ലൈൻസും ഉണ്ടാവാറുണ്ട്. ലൈക്ക് വേദനയുണ്ട്, അല്ലെങ്കിൽ തലവേദനയുണ്ട്, തലചുറ്റലുണ്ട്, അതുപോലെ തന്നെ ചിലപ്പോൾ ഈച്ചിങ് പോലെയുള്ള, ചൊറിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ, ഹേർട്ട് റേറ്റ് കൂടുക, BP ഇഷ്യൂസ്, ഈവൻ ചെസ്റ്റിന് ഹെവിനെസ് തോന്നുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ആകെ കൂടിയിട്ട് ഒരു വല്ലായിക, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. നമുക്ക്
ശ്വാസം തടസ്സം ഉണ്ടാവുന്ന രീതിയിലേക്ക്, അത് ഈവൻ ഉറക്കത്തിൽ പോലും ശ്വാസതടസ്സം ഉണ്ടാവുന്ന, മീൻസ് അൺനോയിങ്ലി വരെ നമുക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് സംഭവിക്കാം. കോൺസ്റ്റിപ്പേഷനും നോസിയ, മെൻസ്ട്രൽ ഇറഗുലാരിറ്റി, സ്ത്രീകളിലാണെങ്കിൽ പ്രത്യേകിച്ച് മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും കൂടുതലായിട്ട് കാണാം. ഇതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഒരു എഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് GI ട്രാക്ട്. എവിടെ വേണമെങ്കിലും വരാം, പക്ഷെ GI അല്ലെങ്കിൽ നമ്മുടെ ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ എൻഡോസ്കോപ്പി പോലെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഇതിൽ ചെയ്യുന്നത്. ആൻഡ് അവിടെ മാത്രം ആവണമെന്നില്ല, പല ലൊക്കേഷൻസിലും ഇത് ഒരേ സമയത്ത് അനുഭവപ്പെടുകയും ചെയ്യാം. ഓക്കെ, ചിലപ്പോഴ് ഇത് ചെറിയ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉണ്ടാവൂ, ചിലപ്പോഴ് ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിലേക്കും പോകും. സോ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിന് എന്തൊക്കെയാണ് സാധാരണഗതിയിൽ കാണുന്ന ലക്ഷണങ്ങൾ? ഇതൊക്കെ ഇതിന്റെ ആമുഖമായിട്ട് പറയാൻ പറ്റുള്ളൂ. ശരിക്കും ആ ലക്ഷണങ്ങൾ എന്നുള്ള രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ എന്തൊക്കെയാണ് പറയുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, ഒന്ന്, ഒരു രോഗമുണ്ട് എന്നുള്ള സ്ട്രോങ് ബിലീഫാണ്. എന്റെ വിശ്വാസം പൂർണ്ണമായിട്ടും എനിക്ക് രോഗമുണ്ടെന്ന് തന്നെയാണ്. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ വെറുതെ പോയി ടെസ്റ്റ് ചെയ്യുന്നൊന്നുമല്ല. അതുകൂടാതെ അവിടെയുള്ള ഒരു വേദന അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന കംപ്ലൈന്റ് സാധാരണഗതിയിൽ കാണാത്ത, അല്ലെങ്കിൽ ഒരു രോഗത്തിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു വേദനയോ അങ്ങനെയുള്ള ഒരു സിംറ്റമോ ഇല്ല. അതല്ലെങ്കിൽ സാധാരണ കാണുന്ന ഒരു ഇൽനെസ്സുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇത് വളരെ എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള, വളരെ കൂടുതലായിട്ടുള്ള ഒരു വേദനയോ സിംറ്റമോ ആണ്. ഓക്കെ, അതും അല്ലാതെ വേറൊരു കാര്യം പറയുന്നത്, ഈ ഒരു ഫീലിംഗ് മീൻസ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇൽനെസ് ആങ്സൈറ്റി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു രീതിയിൽ എന്തോ ഒരു രോഗം എനിക്ക് അടുത്ത് തന്നെ വരാനുണ്ട്, അത് കാരണം ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവാം എന്നുള്ളൊരു രീതിയിലുള്ള സ്ട്രോങ് തോട്ടാണ്. അതുപോലെ തന്നെ ചിലപ്പോഴ് നമ്മുടെ ശരീരം എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും അതിനോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ ചില സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് നോർമലി ഉണ്ടാവേണ്ട പല ചേഞ്ചസും ഇല്ലേ, അത് ഹോർമോണൽ ചേഞ്ചസ് ആവാം, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ലൈഫ് സൈക്കിളിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഉണ്ടല്ലോ, ഈ ചേഞ്ചസിനോടൊക്കെ നമ്മുടെ ബോഡി വളരെ കൂടുതലായിട്ട് പ്രതികരിക്കുക. നോർമലി ഉണ്ടാവേണ്ടതാണ്, പക്ഷെ അതിനോട് വളരെ കൂടുതലായിട്ട് പ്രതികരിക്കുമ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രോങ് സെൻസിറ്റിവിറ്റി എന്ന് പറയാം. നമ്മുടെ ഈവൻ മരുന്നിനോടോ അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനോടോ സ്ട്രോങ്ലി സെൻസിറ്റീവ് ആയിരിക്കുന്ന ഒരു ശരീരം ആണ് ഉള്ളത്. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളെ ഇഗ്നോർ ചെയ്യാണ്. ഇതിൽ പകുതിയിലധികവും നിങ്ങൾ ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് സൈക്കോസൊമാറ്റിക് ആവുന്നത്. മനസ്സ് അത് പിന്നെ നമ്മുടെ ശരീരത്തിന്റെ പല കാര്യങ്ങളിലേക്ക് ബാധിക്കുന്നു. ഇതിനെ കൊണ്ട് സാധാരണ ഒരു വീട്ടിലുള്ള റിസ്ക് എന്തൊക്കെയാ? ഒരു ഹോസ്പിറ്റലിലത്തെ ഓൾമോസ്റ്റ് 1/3 ഭാഗം കേസുകളും ഈ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ അൺബിലീവബിൾ അല്ലേ? നമുക്ക് അങ്ങനെയൊന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയാണ്. ശരിക്കും ഇന്നിപ്പോൾ ഉള്ള സർജറികൾ അല്ലെങ്കിൽ ഇന്നിപ്പോൾ നടക്കുന്ന പല ടെസ്റ്റുകളും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് എത്തിയേനെ. എങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സുമായിട്ട് നമ്മുടെ ശരീരത്തിന് നല്ലൊരു താതാത്മ്യം, നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റൽ കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതും. ഇതിനൊരു പ്രധാന ഫാക്ടർ ഇന്നത്തെ മാസ് മീഡിയ, നമ്മുടെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ മീഡിയ പബ്ലിസിറ്റി ഒക്കെ ഇതിന് വളരെ മോശം രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റൽ കേസുകൾ കൂടുന്നത്. ഈവൻ കോവിഡിന്റെ സമയത്തടക്കം മെന്റലി ആണ്. നമ്മൾ സാധാരണത്തിൽ പറയാറില്ലേ, ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് പാമ്പ് കടി കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ വിഷം കൊണ്ടോ ആയിരിക്കില്ല. അതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ അത് കൂടുതലായിട്ട് ബാധിച്ചിട്ട് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടറാണ് അതിനെ സ്വാധീനിക്കുന്നതെന്ന്. ഏതാണ്ട് പല ഹോസ്പിറ്റൽ കേസുകളും ഇന്ന് ആ രീതിയിൽ തന്നെയാണ്. കോവിഡിന്റെ സമയത്തും അങ്ങനെയായിരുന്നു. പക്ഷെ ഇതുകൊണ്ട് തീരുന്നില്ല. മറ്റ് ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഇനിയിപ്പോ ആ ഒരു വീട്ടിലേക്ക് പലതരത്തിലുള്ള സർജറികളും ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിൽ പല ആക്സിഡന്റൽ റിസ്ക്കും ഇൻവോൾവ്ഡ് ആണ് അല്ലെ? എല്ലാ സർജറികളും 100% സക്സസ് ആണോ? ആവില്ല.
ഈവൻ സർജറി വേണ്ടാത്ത കേസുകളിൽ പോലും അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വലിനെ പലപ്പോഴും സർജറിക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ ഡോക്ടർ അതിൽ കമ്പലായി പോകുന്നത് കൊണ്ടാവാം. എനിവേ, ഇന്നത്തെ പല സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളൊക്കെ കൊടുക്കുന്ന പല ടാർഗറ്റുകളും ഇതിനകത്ത് വരുന്നുണ്ട്. അതിലേക്കും ഞാൻ പോകുന്നില്ല. അതർ തിങ് ഈസ് റേഡിയേഷൻ. എന്തെങ്കിലും ചെസ്റ്റ് സംബന്ധമായിട്ടൊക്കെ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീണതിന്റെ നമുക്ക് ശരീരത്തിന് തോന്നിയിരിക്കുന്ന വേദന വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തിനു പോകും? ഈവൻ ചിലപ്പോൾ സ്വെല്ലിംഗ് ഒക്കെ വരാം ഇൻസ്റ്റന്റ് ആയിട്ട്. അപ്പൊ നമ്മൾ എക്സ്റേ പോലെയുള്ള ടെക്നിക്കുകളിലേക്ക് പോകും. അപ്പോൾ റേഡിയേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ അതിൽ ഇൻവോൾവ് ആണ്. പലതരത്തിലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ മരുന്ന് മാറി മാറി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ അവിടെ ഒരു പ്രധാന റിസ്ക് ഫാക്ടർ ആണ്. അനസ്തീഷ്യ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ ഉണ്ടായേക്കാം. അനസ്തീഷ്യ അല്ല, അനസ്തീഷ്യ കൊണ്ട് ചിലപ്പോഴൊക്കെ ഉണ്ടാവാവുന്ന കോംപ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ ഈ ഇതിന് ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആൾക്കാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഫിസിക്കൽ ചലഞ്ചസ് ഓൾറെഡി നമുക്ക് ഉണ്ടെങ്കിൽ ആ ഫിസിക്കൽ ചലഞ്ചസ് കൂടുതലാവാം. ഓക്കെ, ഓൾറെഡി ഉള്ള പ്രശ്നം കൂടുതലാവാം. അതുപോലെ തന്നെ സ്ട്രെസ്, ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രെസ് നമുക്ക് പലതരത്തിലുള്ള മറ്റു ഫിസിക്കൽ ചലഞ്ചസും തരാം. ഉദാഹരണത്തിന് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം, ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ടോട്ടലി ബാധിക്കുന്ന ഒരു കാര്യം. എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ഹോർമോണൽ വ്യവസ്ഥയാണ്. ഈ ഹോർമോണുകളെ സന്തുലിതാവസ്ഥ തെറ്റിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളിലേക്കും പോവാം. അത് സൈക്കാട്രിക് മെഡിസിൻസിന്റെ സൈഡ് എഫക്റ്റ് മാത്രമായിട്ടല്ല, ഈവൻ നമ്മുടെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിന്റെ ഒരു ഭാഗം കൂടിയായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും? ഒരുപക്ഷെ ആ ഒരു സിറ്റുവേഷനോട് കൂടുതലായിട്ട് ആൻഷ്യസ് ആവാം. അത് ഡിപ്രഷൻ മോഡിലേക്കും എത്തിക്കാം. ഓക്കെ, സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ശരിയായ രീതിയിൽ അല്ലെങ്കിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്. ക്രോണിക് ഇൽനെസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, ഓൾറെഡി നമ്മുടെ ഫാമിലിയിൽ ഒരു ക്രോണിക് ഇൽനെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു സിറ്റുവേഷൻ പിന്നെയും വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവാം എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എന്റെ തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ്, മുമ്പ് ഒരു രോഗം ഉണ്ടായിരുന്നു, കുറെ ഹോസ്പിറ്റലുകളിൽ പോയി, എന്നിട്ടൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ആ ഒരു ഹോസ്പിറ്റലിൽ എത്രയോ 2-3 വർഷത്തിന് ശേഷമാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം എനിക്ക് ക്ലിയർ ആയി. പിന്നെ 10-15 വർഷത്തിന് ശേഷം അതുപോലെ ഒരു പെയിൻ വരുന്ന സമയത്ത് അത് കണ്ടുപിടിക്കാൻ പറ്റാത്തതാണെന്നും 2-3 വർഷം അതിനെ കൊണ്ട് കഷ്ടപ്പെടേണ്ടി വരുമെന്നും പിന്നീട് അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് എന്റെ ഉള്ളിൽ തന്നെ വരുവാണ്. ഇങ്ങനെ ഒരു കാര്യം വരുന്നത് കൊണ്ടും നമ്മുടെ ഫാമിലിയിലേക്ക് ആ സിമിലർ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ആർക്കൊക്കെയാണ് സാധ്യത കൂടുതൽ? ഡിപ്രഷൻ കൂടുതലുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ വീട്ടിൽ ഓൾറെഡി എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള പ്രശ്നം ഉള്ളവര് ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ വീട്ടിൽ ക്യാൻസർ അല്ലെങ്കിൽ ഫാമിലിയിൽ ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈവൻ മൗത്ത് അൾസർ വന്നു കഴിഞ്ഞാൽ പോലും ഇത് ക്യാൻസർ ആണോ എന്നുള്ള രീതിയിലേക്ക് ആദ്യം തോട്ട് പ്രോസസ്സ് പോകും, അല്ലെ? ആ ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ? റൂട്ട് കോസസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് സൊല്യൂഷൻ കിട്ടാനും സാധ്യതയുണ്ട്, അല്ലെ? എല്ലാ കാര്യത്തിലും വേരോടെ നമുക്ക് അതിനെ പിഴുതെടുക്കാൻ പറ്റണം. അങ്ങനെ ഒരു കോസ് ഫാക്ടേഴ്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ശരീരത്തിന് ജനറ്റിക്കലിയോ അല്ലാതെയോ ചെറിയ ചെറിയ സെൻസേഷൻസ് പോലും ഐഡന്റിഫൈ ചെയ്യാനുള്ള നല്ല കഴിവുണ്ടാവും. അത് ശരീരത്തിന്റെ ഓൾറെഡി ഉള്ള ഒരു കഴിവാണ്. ആ ഒരു കഴിവ് കൊണ്ട് ചിലപ്പോൾ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. രണ്ടാമത്തത്, നെഗറ്റീവ് തോട്ട്സ്. ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഉള്ള തോട്ട് പ്രോസസ്സ് വളരെ കൂടുതലായിട്ട് നെഗറ്റീവ് സൈഡിലേക്കാണ്, അല്ലെങ്കിൽ അത്തരം ഇമോഷൻസിനാണ് ഞാനൊരു അടിമയെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കാൻ സാധ്യത കൂടുതലുണ്ട്. സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി നോർമലി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ രീതി എപ്പോഴാണ് മോശമാവുന്നതെന്നും എങ്ങനെയൊക്കെ അതിനെ ബെറ്റർ ആക്കാൻ പറ്റുമെന്നും സ്ട്രെസ് മാനേജ്മെന്റിന് ചെയ്യാൻ പറ്റുന്ന പല വഴികളുണ്ടെന്നും ഒക്കെ നമ്മൾ ഈവൻ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും.
ഈ മെഡിറ്റേഷനും അല്ലെങ്കിൽ മെഡിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല ആപ്പുകളും ഒക്കെ ഈ കോവിഡിന്റെ സമയത്തല്ലേ ഇത്രമാത്രം പോപ്പുലർ ആയത്. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിന് ഒരു പരിധി വരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു വൈറസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പാൻഡമിക്കിനെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ അതിനെ പോലും തടയാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഈ മെഡിറ്റേഷനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ബ്രീത്തിങ് എക്സസൈസിനൊക്കെ. അവയർനെസ് അബൌട്ട് ഓൺ ഓർ അതേഴ്സ് ഇമോഷൻസ്, നമ്മുടെ ശരീരത്തിനെ പറ്റി ബോധവാനാവുക, നമ്മുടെ ഇമോഷൻസിനെ പറ്റി ബോധവാനാവുക, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മറ്റുള്ളവരെ പറ്റിയിട്ടും ഓഫീസിലോ വീട്ടിലോ നമ്മുടെ കൂടെ താമസിക്കുന്നവരുടെ ഇമോഷൻസിനെ പറ്റി ബോധവാനാവുക. അപ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ ശരിയാവും. രണ്ടുപേര് ഫോൺ ചെയ്യാണ്, ഈ ഫോൺ ചെയ്യുന്നതിൽ രണ്ടുപേരും തമ്മിലുള്ളത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ടെൻഷൻ കൂടി വരിക. ഒരാൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. ഈ ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, ജസ്റ്റ് കട്ട് ചെയ്തു. മറ്റേ ആളുടെ മനസ്സിനകത്തുകൂടെ പോകുന്ന ഇമോഷൻസ് എങ്ങനെയുണ്ടാവും? ചെറിയ ഇൻസിഡന്റ് ആണ് അല്ലെ. ഈ ചെറിയ ഇൻസിഡന്റ് പോലും ഒരു പക്ഷേ നമ്മുടെ പ്രഷർ കുക്കർ പോലെ വർക്ക് ചെയ്യും. എങ്ങനെയാണ്? പ്രഷർ കുക്കറിൽ പ്രഷർ ഇങ്ങനെ ഏറി വരുമ്പോൾ ഏറ്റവും അതിനകത്തൊരു വാൾവ് ഉണ്ട് അല്ലെ, ഈ വാൾവാണ് അതിന്റെ നോർമലി ഏറ്റവും വീക്ക് പോയിന്റ്. ഈ വീക്ക് പോയിന്റ് ബേസ്റ്റ് ആവും. അപ്പൊ പ്രഷർ കുക്കർ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യില്ല, നമ്മൾ പിന്നെ വാൾവ് ചേഞ്ച് ചെയ്യണം. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഏത് പോർഷനാണോ ഏറ്റവും വീക്ക് ആ പോർഷനെ അതങ്ങ് ബാധിക്കും. അപ്പൊ ചിലപ്പോഴവിടെ പെയിനോ ചിലപ്പോൾ ഹെഡേക്കോ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങാം. ആൻഡ് ഇറ്റ് ഈസ് ദർ, ആക്ച്വലി അത് അവിടെ ഉണ്ട് അല്ലെ. അതുപോലെ ചില ആൾക്കാരുടെ റൂഡ് ബിഹേവിയർ ആയിട്ട് ഒരു പക്ഷെ ഫാമിലിയിൽ വളരെ മോശം രീതിയിലുള്ള രണ്ടുപേര് തമ്മിൽ ഉള്ള ആ ഒരു റൂഡ് ബിഹേവിയർ അവിടെ നിർത്താൻ വേണ്ടിയിട്ട്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഡൻലി അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പാനിക് അറ്റാക്ക് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച് ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയുന്ന രൂപത്തിലേക്കാണ് അതിനെത്തിക്കുക. ആൻഡ് ഓൾ ടുഗദർ ആ ഒരു വ്യക്തിയുടെ സെൽഫ് എസ്റ്റീം വളരെ കുറയും, കോൺഫിഡൻസ് വളരെ കുറയും. ഓക്കെ, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? 2 പോയിന്റിൽ നമ്മൾ ഇതിനെ നോക്കി കാണേണ്ടതുണ്ട്. ഒന്ന്, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ ഇതിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആസ് എ പേഷ്യന്റ് എനിക്ക് എൻ്റെ മനസ്സിന്റെ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം അല്ലെ. ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, ടെമ്പററി അതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ടെമ്പററി ആയിട്ട് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫ്രണ്ട് സർക്കിളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഈ ഒരു കാര്യം നമുക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാം നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെയും ലാബ് റിപ്പോർട്ട്സിനെയും ഇന്നത്തെ സയൻസ് അത്രമാത്രം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ നിരാകരിക്കുക അല്ലെങ്കിൽ അവിശ്വസിക്കുക അല്ല വേണ്ടത്. ആ ലാബ് റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ആ ഡോക്ടർമാരും പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ സെൽഫ് ടോക്കും അഫർമേഷനും ഒക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ കൂടുതലായിട്ട് ബെനിഫിറ്റഡ് ആണ്. ഇത് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നല്ല. ഇത് ആസ് എ പേഷ്യന്റ് ഞാനാണെങ്കിൽ എനിക്ക് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. മറ്റൊരാൾക്ക് ഇതിൽ ഹെൽപ്പ് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഒരു ഗോൾ, നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഗോൾ, നാളെ എന്തിനു ഉണർന്നെഴുന്നേക്കണം എന്നുള്ളൊരു ഗോൾ, അതുപോലെ തന്നെ ആ ഒരു പർപ്പസ്, ലൈഫിലെ ഒരു പർപ്പസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വളരെ ബെനിഫിറ്റഡ് ആണ്. ശരിക്കും ഇതിനു വേണ്ടിയിട്ടും മെഡിറ്റേഷനും ബ്രീതിങ് എക്സസൈസും ഒക്കെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെൽത്ത് കമ്മ്യൂണിറ്റീസ് നമുക്ക് ജോയിൻ ചെയ്യാം. അത് ഒരു പക്ഷേ ഹെൽത്തി കമ്മ്യൂണിറ്റി എന്ന് കൂടി ഞാൻ പറയും. ഹെൽത്തി കമ്മ്യൂണിറ്റി എന്ന് പറയാൻ കാരണം എന്താ? ചില ഫ്രണ്ട് സർക്കിൾ, നമ്മുടെ ഈവൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒക്കെ ചില ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, അതിനകത്ത് വരുന്ന മെസ്സേജ് മുഴുവനും ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ പ്രോബ്ലംസിനെ പറ്റിയിട്ടാണ്. എന്തിനങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മൾ നിൽക്കണം അല്ലെ? അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഹെൽത്തി തോട്ട് പ്രോസസ്സ് നമുക്ക് തരാൻ കഴിവുള്ള ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ പോകണം. അത് ഈവൻ ഫാമിലി ഗ്രൂപ്പ് ആയാലും ശരി, അതല്ല നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും ശരി. അപ്പൊ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ഞാൻ മാറി നിൽക്കണോ? വേണ്ട, ഫാമിലി ഗ്രൂപ്പിൽ നിന്നോ, പക്ഷെ അത് വായിക്കാതിരുന്നാൽ മതി. ചോയ്സ് നമ്മുടെ അടുത്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ മുകളിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ അവബോധത്തിന് വേണ്ടിയിട്ടും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം.
അത് ചെറിയ ഡയറി റൈറ്റിംഗ് പോലെയുള്ള ഒരുപക്ഷെ ഇന്നത്തെ എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടോ അതൊക്കെ ഇന്നത്തെ തോടെ നമ്മൾ ഡയറിയിൽ എഴുതിയിട്ട് അതങ്ങ് കളയാണ്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് ഉണ്ട്, പവർ ഓഫ് 5 എന്ന് പറയാം. എന്തൊരു നല്ല കാര്യം നടക്കുന്നുണ്ടോ അതിനെപ്പറ്റി അറ്റ്ലീസ്റ്റ് 5 സെന്റൻസിലെങ്കിലും എനിക്ക് പറയാൻ പറ്റണം. ഏതെങ്കിലും ഒരു നെഗറ്റീവ് തോട്ടാണോ എന്റെ മനസ്സിലുള്ളത്, ഒരു വേദനയാണോ, ഒരു സെന്റൻസിൽ അതിനെ ഫിനിഷ് ചെയ്യാം. എന്താണോ എനിക്ക് നല്ലതായിട്ട് വരുന്നത് അതിനെപ്പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഡെപ്തിലോ അതിന്റെ വൈഡ് ആംഗിളിൽ ചിന്തിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റണം. പക്ഷെ എന്താണോ എന്റെ പ്രോബ്ലം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം അതിനെ പറ്റിയിട്ട് ഒരുപക്ഷെ ഒരു സെന്റൻസിൽ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെയൊരു അവബോധം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനീഷ്യലി അത് പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് എന്റെ എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതേ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് തന്നെ എന്റെ വീട്ടിൽ എന്റെ വേറൊരാളാണ്, എന്റെ ക്ലോസ് റിലേറ്റീവ് വേറൊരാളാണ് പേഷ്യന്റ് എങ്കിൽ എനിക്ക് അവിടെ ആ ഒരു അതർ പേഴ്സൺ അപ്രോച്ചും കൂടി കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈവൻ എന്റെ ഓഫീസിലായിക്കോട്ടെ, ദ ബെസ്റ്റ് തിങ് ഈസ് ഐ ഡു കെയർ. ഞാൻ ഷെയറിങ് ആൻഡ് കെയറിംഗ് എന്ന് പറയാറില്ലേ, അതിലത്തെ ആ കെയറിനെ പൂർണ്ണമായിട്ടും നമുക്ക് ഇവിടെ അബ്സോർബ് ചെയ്യാൻ പറ്റണം നമ്മുടെ മനസ്സിലേക്ക്. എന്നിട്ട് വേണം നമുക്ക് അവരെ കെയർ ചെയ്യാൻ. ഐ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് പാർട്ടാണ്. നമ്മൾ പല ഡോക്ടർമാരെയും പല ലാബ് റിപ്പോർട്ടുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്പെഷ്യലിസ്റ്റുകളും അതുപോലെ തന്നെ ലാബുകളും പറയുന്ന കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് അതിനെ ഒന്നാക്കി കൊണ്ടുവന്ന് അതിൽ നിന്നൊക്കെ ഒരു കൺക്ലൂഷനിലെത്തി ഈ കൺക്ലൂഷൻ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ എന്താണ് ബെനിഫിറ്റ്? ആ ഒരു പേഷ്യന്റിന് ആസ് എ ഡിസ്റ്റർബ്ഡ് മൈൻഡ് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പക്ഷെ കഴിയുന്നില്ല. അവിടെ കുറച്ചുകൂടി കൃത്യതയോട് കൂടിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. രണ്ടാമത്തത് ഡു നോട്ട് ഹാം. ഇവിടെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡുകളിലേക്ക് പോകുമ്പോൾ ആസ് എ ഡോക്ടർ അല്ലെങ്കിൽ ആസ് എ ഫാമിലി മെമ്പർ തീർച്ചയായിട്ടും അവരെ വീണ്ടും വീണ്ടും പലതരത്തിലുള്ള മെഡിക്കേഷനിലേക്ക് കൊണ്ടുപോകാതെ, പല ട്രീറ്റ്മെന്റുകളും ഉണ്ടാവും, അതിലേക്ക് കൊണ്ടുപോകാതെ അവരെ കുറച്ചുകൂടി മെന്റൽ പീസിലേക്ക് എത്തിക്കാനാണ് നോക്കേണ്ടത്. ഇതിൽ എന്താണ് റീസൺ? എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡ് എഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന പല കാര്യങ്ങളും സംഭവിക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഹതാശനാവുക എന്ന് പറയില്ലേ, നമ്മൾ നിരാശനായിട്ട് ആ ഒരു പോസിബിലിറ്റി നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെയും നമുക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ഇത് സൈക്കോ തെറാപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എല്ലാ സൈക്കോസൊമാറ്റിക് അല്ലെങ്കിൽ എല്ലാ ഇൽനെസസിനും ശരിക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ്. എല്ലാ ക്രോണിക് രോഗങ്ങളിലും അയാളുടെ ശരീരവും അയാളുടെ മനസ്സും പരസ്പരം കമ്മ്യൂണിക്കേഷനിലായിരിക്കും എപ്പോഴും. ഈ കമ്മ്യൂണിക്കേഷനെ കുറച്ചെങ്കിലും നമുക്ക് ബെറ്റർ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് അയാളുടെ ശരീരത്തിനോട് ആജ്ഞാപിക്കാൻ തുടങ്ങും. നീ ഇങ്ങനെയാണ് ഇനി നല്ല രീതിയിൽ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ് ഇനി പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ബെനിഫിറ്റ് എന്താണ്? ശരീരത്തിലെ പല സിസ്റ്റവും ഇന്റർ കണക്റ്റഡ് ആണ്. ആ ഇന്റർ കണക്റ്റഡ് ആയിട്ട് അത് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആന്റി ഡിപ്രസൻസ് ശരിക്കും സൈക്കോസൊമാറ്റിക്കിന് നമ്മുടെ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ മനസ്സും അതുപോലെ തന്നെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ടി വരും. ആന്റി ഡിപ്രസൻസ് പൊതുവെ ഡിപ്രഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പല മരുന്നുകളും മാറി മാറി ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാലോ അതല്ലെങ്കിൽ മറ്റ് സൈക്കാട്രിക് ആയിട്ടുള്ള മരുന്നുകൾ യൂസ് ചെയ്യേണ്ടി വരുമ്പോഴോ ഒക്കെ അത് ശരീരത്തിൽ പല തരത്തിൽ സൈഡ് എഫക്റ്റും തരുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അവിടെ ഈവൻ കൺട്രോൾ ചെയ്തിട്ടാണെങ്കിലും ഈ ഫ്രീ കെയർ നമ്മൾ ഉപയോഗിക്കണം. ചില ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ പോകാവുന്ന സമയത്ത് തോന്നും, അയ്യോ ഇയാൾക്ക് ഈ ഒരു സമയത്താണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നോക്കാൻ സമയം കിട്ടിയത്, എനിക്ക് ഇത്രയും വേദന വന്നു കഴിഞ്ഞാൽ ഇയാൾ ഹോസ്പിറ്റലിൽ എന്നെയും കൂട്ടിട്ട് പോവുള്ളൂ. ഒരു റെഗുലർ ചെക്കപ്പ്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടിയിട്ട് ഒരു റെഗുലർ ചെക്കപ്പിന്, ഓക്കെ 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 5 മാസം കൂടുമ്പോൾ റെഗുലർ ആയിട്ട് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയുണ്ടെങ്കിൽ അവിടെ ആ ഒരു സിറ്റുവേഷൻ വേഴ്സ് ആവില്ല, മോശമാവില്ല. അങ്ങനെ ഒരു റെഗുലർ ഹോസ്പിറ്റൽ വിസിറ്റ് എന്ന് പറയുന്ന മെത്തേഡിലേക്കും നമുക്ക് പോകാൻ പറ്റും. എംപതി
നമ്മൾ മറ്റൊരാളുടെ ഷൂവില് കയറി നമ്മുടെ കാല് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ കാല് എത്രമാത്രം മുറുകുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവും. ശരിക്കും എംപതൈസ് ചെയ്യണമെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കപ്പെടാം. അത് വെറും സിമ്പതി അല്ല. എംപതൈസ് ചെയ്തിട്ട് അതിനെ അവര് പറയുന്നത് കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് മുഖേനയാണ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. അവര് ചിന്തിക്കട്ടെ, അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഉത്തരം വരട്ടെ. അതിനു വേണ്ടിയിട്ട് അവരെ ആദ്യം നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഇത്രയും നമുക്ക് ആ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കാം. എന്നാൽ അതിന്റെ ഒന്നിച്ച് തന്നെ ഞാൻ ഇന്ന് കവർ ചെയ്യുന്ന ഒരു ചെറിയ ടോപ്പിക്ക് പെർഫോമൻസ് സൈക്കോളജിയാണ്. പെർഫോമൻസ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരം പെർഫോം ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇത് പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആണ് ഏറ്റവും ആദ്യം മുന്നിൽ നിൽക്കുക, അല്ലെ? നമ്മൾ മനസ്സുകൊണ്ട് പലതും കാണുന്നു, അതിനുശേഷം അതിനെ റിയൽ പിക്ചറിലേക്ക് കൊണ്ടുവരുന്നു. അതൊരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചായാലും ഈവൻ വലിയ വലിയ ആർക്കിടെക്റ്റുകളെ സംബന്ധിച്ചായാലും നമ്മുടെ വീട്ടില് നോർമലി ഒരു പക്ഷേ ക്വിസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്. സോ നമ്മുടെ മൈൻഡിലാണ് പലപ്പോഴും ആ ഒരു പിക്ചർ ആദ്യം വരുന്നത്. സോ ആക്ച്വൽ ഓർ വെർച്വൽ, ശരിക്കും അങ്ങനെയുള്ളതാണെങ്കിലും അല്ലെങ്കിലും പലതരത്തിലുള്ള സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ്സ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ സൈക്കോ ഫിസിയോളജിക്കൽ എക്സ്പെരിമെന്റ് വഴി എന്താണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പുള്ള സയന്റിസ്റ്റുകളൊക്കെ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുന്നതിന് പല ടെക്നിക്കുകൾ ഉപയോഗിക്കാം. അതിൽ ഒന്ന് ECG ആണ്. നമ്മുടെ ഹേർട്ടും പൾസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ മെഷർ ചെയ്യാൻ പറ്റും, അല്ലെ? അതുപോലെ തന്നെ EMG, നമ്മുടെ മസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, സോ ഈ EMG മുഖേനയാണെങ്കിൽ നമ്മുടെ ചില മസിലുകൾ എങ്ങനെയാണ് റിട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് സിഗ്നൽസ്, അതിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ഇത് നമ്മുടെ മനസ്സുമായിട്ട് എങ്ങനെ കണക്ട് ആവുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഡെർമറ്റോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കണ്ടക്ടിവിറ്റി ഓഫ് സ്കിൻ, സെൻസേഷൻ എങ്ങനെയാണ് സ്കിൻ എടുക്കുന്നത്, അതുപോലെ തന്നെ ന്യൂറോ ഇമേജിംഗ് പോലെയുള്ള കാര്യങ്ങൾ, മീൻസ് ബ്രെയിൻ ആക്ടിവിറ്റീസ്, EEG, ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ് മുഖേനയുള്ള അല്ലെങ്കിൽ ഫങ്ഷണൽ MRI പോലെയുള്ള ടെക്നിക്ക് വെച്ചിട്ട് ന്യൂറോ ഇമേജിംഗ് നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിന് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഇതുവരെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിൽ നമ്മൾ സംസാരിച്ച പെയിൻ എന്ന് പറയുന്നത് വെറുതെ അല്ലെന്ന് ഉറപ്പായില്ലേ? തീർച്ചയായിട്ടും അതിനൊക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ നമ്മുടെ ശരീരത്തിലുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഈ പെർഫോമൻസ് സൈക്കോളജി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്? ഒരുപക്ഷെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാവാം. അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മുടെ ഒരാൾക്ക് ഇപ്പൊ സ്റ്റേജിൽ ആദ്യമായിട്ട് കയറി നിന്ന് പ്രസംഗിക്കണം. ഈ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന സമയത്ത് അയാൾക്ക് പൂർണ്ണമായിട്ട് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നാവിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അയാൾക്ക് വേറെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പെർഫോമൻസിന്റെ സമയത്ത് ഈവൻ വയറ്റിൽ നിന്ന് ഒരു കാളൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അയാൾക്ക് ചിലപ്പോൾ ഉണ്ടാവാം. ഈവൻ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചിലും ചിലപ്പോഴത് സംഭവിക്കാം. ഇന്നത്തെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡീലാണ്, ഇന്ന് എനിക്കിത് ക്ലോസ് ചെയ്തേ പറ്റൂ എന്ന് തോന്നുന്ന സമയത്ത് അയാളുടെ മനസ്സ് സ്ട്രെസ്ഡ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ശരീരവും മനസ്സും ഒരുമിച്ച് ഒരു ആക്ഷന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് ഇറങ്ങാൻ പോവാണ്. പക്ഷെ എന്തോ ഒന്ന് പിന്നോട്ട് വലിക്കുന്നു. ഒരുപക്ഷെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആവാം. ഇതിനു മുമ്പ് ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് അയാൾക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. സോ ഈ ഒരു പെർഫോമൻസ് സൈക്കോളജി അവിടെ പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വെൻ യു ആർ ഓൺ ദ സ്പോട്ട് ലൈറ്റ്. നിങ്ങൾ സ്പോട്ട് ലൈറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാം. സോ എന്തൊക്കെയാണ് ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലും ഇതൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ്, ആ ഒരു സമയത്തുള്ള ഇമോഷൻസ് നമ്മുടെ ഫിസിയോളജിയെയും ബിഹേവിയറിനെയും, ജസ്റ്റ് ബോഡി ഫിസിയോളജി മാത്രമല്ല, ഈവൻ നമ്മുടെ ബിഹേവിയറിനെ പോലും അത് സ്വാധീനിക്കും. ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഉണ്ടാവുന്ന ചില ഇഷ്യൂസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വെറ്റിംഗ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു കാളൽ, ഈവൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ലൂസ് മോഷൻ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. പ്രധാനമായിട്ട് ഇവിടെയും GI ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവാറ്. ചിലപ്പോൾ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഒക്കെ വരാം. ഇവിടെ നമുക്ക്
ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി മാനേജിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അതുകൊണ്ട് നമുക്ക് കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഇവന്റിൽ പെർഫോം ചെയ്യാനുള്ള നമ്മുടെ കോൺഫിഡൻസും കൂടും. സെൽഫ് കോൺഫിഡൻസ് ഉള്ളിടത്ത് ബാക്കി ഒരുപക്ഷെ ഫിയർ ഫാക്ടർ ഇല്ല. ഇത് നമ്മുടെ പെർഫോമൻസിനെ വളരെ കൂടുതലായിട്ട് മെച്ചപ്പെടുത്തും. ഈ വളരെ കൂടുതലായിട്ട് മെച്ചപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് പല സ്ഥലത്തു നിന്നും എന്തൊക്കെ സ്പോട്ട്ലൈറ്റിലാണെങ്കിലും വളരെ നല്ല അപ്ലോഡ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അവിടുന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ലീഡർ ഇൻ യു ക്രിയേറ്റ് ആവുന്നത്. ഈ ഇതുവരെ പറഞ്ഞ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിൽ പലതിലും നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതേ കാര്യം തന്നെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് നമ്മുടെ ലൈഫിനെ ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റും, അല്ലെ? അങ്ങനെ ഒരു മെച്ചപ്പെടുത്തലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇത്രയും പഠിച്ച സയൻസ് ആയാലും ഇത്രയും സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ കൂടുതൽ ഹോസ്പിറ്റലുകൾ കറങ്ങി നടക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ടൈം, മണി, എനർജി ഇതൊക്കെ വേസ്റ്റ് ആക്കാൻ ചെയ്യുന്നതല്ല ഇന്നത്തെ നമുക്ക് ആവശ്യമുള്ള ഒരു രീതി, അല്ലെ? ഹെൽത്ത് ഫസ്റ്റ് അപ്രോച്ചിൽ ശരിക്കും 4 പില്ലേഴ്സ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്തൊക്കെയാണ്? ഫുഡ്, നല്ല ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ എക്സസൈസ്, വ്യായാമം, സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിലുള്ള ബേസിക് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെ എക്സസൈസ് ആവശ്യമുണ്ട്. എക്സസൈസ് നമ്മുടെ മനസ്സിനെ ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാനും റിലീവ് ചെയ്യാനും വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു സാധനമാണ് സ്ട്രെസ് റിലീഫിന് പോലും. അതുപോലെ തന്നെ 3ാമത്തെ കാര്യമാണ് നല്ല ഉറക്കം. നല്ല ഉറക്കം കിട്ടാത്ത ആൾക്കാരിലാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ PMA, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡിന് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ പറയുന്നത്, ഇതിൽ 3ലും നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. ഈ കൺട്രോൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. സോ എല്ലാ കാര്യങ്ങളിലും ഞാൻ അതിനെ നേരത്തെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിയും സംസാരിച്ചത്, എല്ലാ കാര്യത്തിലും എന്തിലും നമ്മൾ കയറി ഇടപെടുന്നതിന് പകരം വി ഹാവ് എ ചോയ്സ്. അത് മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. താങ്ക് യു ആൻഡ് ബാക്ക് ടു ഹോസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് എത്രമാത്രം അത്യാവശ്യമാണ്, അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് സനൽ സാർ പറഞ്ഞു. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഇതൊരു എന്താ പറയുന്നത്, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഉലയനൻ സാർ സ്റ്റാർട്ട് ചെയ്യും. ഞാനൊരു സംശയം ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഇന്ന് രാവിലെ എൻ്റെ ക്ലിനിക്കിലൊരു പെൺകുട്ടി വന്നു. +2 പഠിക്കുന്ന പെൺകുട്ടിയാണ്. അവൾക്കൊരു അഫെയർ ഉണ്ട്. അഫെയർ അയാൾ തേച്ചോ എന്നൊരു സംശയം. ആ വ്യക്തി ഈ തേച്ചു എന്ന് ഇവൾ വിശ്വസിക്കുന്നു. പക്ഷെ അയാൾ പറയുന്നത് നമ്മൾ പഠിക്കുകയല്ലേ ഇപ്പോൾ, അതിൻ്റെ പേരിൽ ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ റിലേഷൻ നീട്ടിക്കൊണ്ടു പോകണം. പക്ഷെ അവളത് സമ്മതിക്കുന്നില്ല. പഴയ പോലെ തന്നെ തൊട്ടുരുമി തന്നെ മുന്നോട്ട് പോകണം. ഈ കുട്ടിയാണ് നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണ്. അവളുടെ അംബീഷൻ ചോദിച്ചപ്പോൾ ഐ ഷുഡ് ബിക്കം എ ഡോക്ടർ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവള് കരയാനാണ് തുടങ്ങുന്നത്. അവളുടെ കയ്യിൽ നിന്ന് എന്തോ ഉണ്ടായിരുന്നത് കൈമോശം വന്നു, ഇനി എൻ്റെ ജീവിതം എന്തോ എന്നൊരു ചിന്ത. കരച്ചിലാണ് അവളുടെ മുൻപിലുള്ള ഒരു ആയുധം. മോള് കരഞ്ഞാൽ അമ്മയും കൂടെ കരയും. അത് ഏത് തരത്തിലുള്ളൊരു വികാരമാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരാമോ സർ? അത് ഇപ്പൊ സൈക്കോളജിക്കൽ പ്രോബ്ലം മാത്രമാണ്. ഇനി അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരീരത്തിലേക്ക് വരും. ഇതിലിപ്പോ കൂടുതൽ പ്രശ്നം ആ കുട്ടിയേക്കാൾ കൂടുതൽ അവളുടെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പാരന്റ്സിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികളെ കുറിച്ച് കൂടുതലായിട്ട് ചിന്ത വരുന്നതും, അതിനുശേഷം കുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം, കുട്ടികളെ നല്ല മീൻസ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ അവർ സഞ്ചരിക്കാവൂ എന്ന് പറഞ്ഞിട്ട് കുതിരയ്ക്കൊക്കെ മറ്റേ ഇത് കെട്ടിയ പോലെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നത്. അതിൽ നിന്ന് ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോഴേക്ക് പാരന്റ്സ് വിചാരിക്കുകയാണ് കംപ്ലീറ്റ് തീർന്നു,
ശരിക്കും ഇങ്ങനെയുള്ളവരുടെ പാരന്റ്സ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആവേണ്ടത്. ലൈഫ് ഇത് മാത്രമല്ല, ലൈഫ് അല്ലെങ്കിൽ അവരെ ഒരു പെർട്ടിക്കുലർ ശരിയായ വഴി കാണിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല പാരന്റ് ചെയ്യേണ്ടത്. ആ വഴിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല. അവർ ഏത് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാര് വീട്ടിൽ വെച്ച് തന്നെ കുട്ടിയോട് നിർബന്ധിക്കാറില്ല. ഓക്കെ പോയി, അവര് നോൺ വെജ് ഒന്നുമില്ല. അവര് ഹോസ്റ്റലിൽ എത്തിയിട്ട് പിന്നെ ഇത് നോൺ വെജ് കഴിക്കുന്നുണ്ടോ എന്ന് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മാത്രമാവും സ്ട്രെസ്. അതേസമയത്ത് ആ പാരന്റ് കുട്ടികളുടെ മുകളിൽ 100% ഫെയ്ത്തോട് കൂടിയിട്ടാണ് ഉള്ളതെങ്കിൽ ഒരു പ്രാവശ്യം പോലും ഹോസ്റ്റലിൽ എത്തി ആ കുട്ടിയോട് ചോദിക്കേണ്ടി വരില്ല. കാരണം ഒരു പ്രാവശ്യം ഞാൻ നല്ല വഴി കാണിച്ചിട്ടുണ്ട്. അതേസമയത്ത് പിന്നെ അവർക്കുള്ള സംശയം എന്താണ്? കൗമാരപ്രായത്തിൽ എത്തിയ കുട്ടികൾ ഹോസ്റ്റലിലേക്ക് എത്തുന്ന സമയത്ത് ഇതുവരെ അവർക്ക് എങ്ങനെയാണ് സെക്സ് എഡ്യൂക്കേഷൻ പോലും കൊടുത്തിട്ടില്ല ബേസിക്കലി. ആ കുട്ടികൾ അവിടെ പോകുമ്പോൾ എന്താവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പിന്നെ ഉള്ളത്. അല്ലെങ്കിൽ എന്താവും എന്നുള്ള സംശയത്തിൽ, വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, ഒരു സംശയത്തിലാണ് പിന്നെ അവരുടെ സൈക്കോളജി മുഴുവനും വർക്ക് ചെയ്യുന്നത്, ഈ പാരന്റ്സിന്റെ സൈക്കോളജി. എന്നിട്ട് ചെറിയ എന്തെങ്കിലും ഒരുപക്ഷെ വല്ല മെസ്സേജോ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടി വിളിച്ചു എന്ന് അറിയുമ്പോഴേക്ക് പോലും കംപ്ലീറ്റ് അവിടെ വലിയ കുഴപ്പമുണ്ടാക്കുക. ഇതിൽ നിന്ന് പിന്നെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും ഒരുപക്ഷെ ശരി അവർ രണ്ടുപേരും അടുത്തിട്ടാണെങ്കിൽ അവർ രണ്ടുപേരും കല്യാണം കഴിപ്പിച്ചു കൊടുത്തേക്കാന്ന് വിചാരിക്കുന്നത്. പാരന്റ്സ് ആക്ച്വലി അതിന് അഗ്രി ആയിരുന്നില്ല. പിന്നെ അതങ്ങ് ശരി ഇതെങ്കിൽ ഇത് എന്ന് വിചാരിച്ചിട്ട് അങ്ങ് വിടും. അതിനുശേഷം ഈ പയ്യൻ വേണ്ടെന്ന് പറയുമ്പോഴേക്ക് അയ്യോ ഇത് ഞാൻ വിചാരിച്ച പോലെ നടക്കുന്നില്ലല്ലോ എന്ന് പാരന്റ്സാ വിചാരിച്ചു തുടങ്ങുന്നത് പലപ്പോഴും. ആ കുട്ടിക്ക് ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ ശരിയായ എഡ്യൂക്കേഷൻ. ഇപ്പോഴെന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഒരുപക്ഷെ നേരത്തെ സൈക്കോസൊമാറ്റിക് പറഞ്ഞ സമയത്ത് സംസാരിച്ചിരുന്നു. ഫൈൻഡിങ് എ പർപ്പസ് ഇൻ ലൈഫ്. നമുക്കൊരു ലക്ഷ്യമില്ലാതെ എന്താണ് ആ കുട്ടി ചെയ്യുന്നത്, ആ പെൺകുട്ടി എന്താ ചെയ്യുന്നത്, ആ കുട്ടിയുടെ ലൈഫിലത്തെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് 2 ഇയേഴ്സിന് ശേഷം ആ കുട്ടി എന്താവണം എന്നുള്ള ഒരു കാര്യം. ഞങ്ങള് മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇപ്പൊ മോർണിംഗ് മെഡിറ്റേഷന്റെ സമയത്ത് ബുക്ക് ഡിസ്കഷൻ ഉണ്ട്. അതിനകത്ത് ഇന്നെടുത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് 10 ഇയേഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ലൈഫിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതായിരുന്നു. അതില് ഫാമിലി റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടും ഈവൻ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ 4 പോയിന്റ് എഴുതി വെച്ചിട്ട് നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ്. 10 വർഷമൊന്നും വേണ്ട. ആ കുട്ടിയോട് ചോദിക്കും നെക്സ്റ്റ് 2 ഇയേഴ്സിന് ശേഷം നിനക്ക് എന്താവാനാണ് ആഗ്രഹം. അതില്ലാത്ത സമയത്ത് കുട്ടിക്ക് എപ്പോഴും കണ്ണീര് തന്നെ വന്നുകൊണ്ടിരിക്കും. പ്യൂർലി ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. സൈക്കോസൊമാറ്റിക്കിലേക്ക് തീർച്ചയായിട്ടും അറിയില്ല. ഒരുപക്ഷെ സാറിന്റെ അടുത്ത് മെൻസ്ട്രൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ അത് സംസാരിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പൊതുവെ ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ മാത്രമാണ്. ഓക്കെ സർ. അല്ല, ഞാൻ വിലയിരുത്തിയത് മോളേക്കാൾ കൂടുതൽ സൈക്കോളജിക്കൽ പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്കാണ്. എന്താകും, ഒരു വല്ലാത്ത ആങ്സൈറ്റി. ഞാൻ അവരോട് ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, വെയിറ്റ് അമ്മ, വെയിറ്റ്. നമുക്ക് ലേശം കാത്തിരിക്കുക. നമ്മൾ ഇന്ന് തന്നെ ഇതെല്ലാം തീർക്കണമെന്ന് പറഞ്ഞ് എങ്ങനെയാണ് നടക്കുക? അപ്പം മോളോട് പറഞ്ഞു, മോൾക്ക് ഡോക്ടർ ആവണം എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് അസൈഡ്. ഡോക്ടർ ആയി കഴിഞ്ഞിട്ട് മോളുടെ പുറകിൽ വെയിറ്റ് ചെയ്യും ആളുകൾ, ഒരു ഡോക്ടറായ വധുവിനെ കിട്ടാൻ. അപ്പം മോൾക്ക് ഹൈ സെലക്ഷൻസ് കിട്ടും. ഇന്നൊരു ഇൻഫാക്ച്വേഷന്റെ ലെവലാണ്. 17 ഇയേഴ്സിലൊരു കുട്ടിക്ക് അത്രേ അവയർനെസ് ഉള്ളൂ എന്ന് പതുക്കെ കൊച്ചിനോട് പറഞ്ഞു കൊടുത്ത് അമ്മയോട് ഇതിൻ്റെ പ്രതി സാറ് പറഞ്ഞ പോലെ കുതിരയ്ക്ക് ഞാണി കെട്ടുന്ന ഒരവസ്ഥയിലാണ് കുട്ടിയോട് അമ്മ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ചെറിയ ഇഞ്ച് മാറുമ്പോഴേക്കും ഇത്രയും ആങ്സൈറ്റി വന്നാൽ കുട്ടിക്ക് മുമ്പ് അമ്മ ആത്മഹത്യ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിഷമത്തിലേക്ക് വന്നത്. ആത്മഹത്യയിലേക്കൊന്നും എത്തില്ലായിരിക്കും, പക്ഷെ അമ്മയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങും. മേ ബി അവരുടെ 17 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി അവരും 40-45 ആ സമയത്ത് ഈവൻ എന്താ മെനോപോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. ആക്ച്വലി നമ്മുടെ ലൈഫ് സ്റ്റേജും നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ നമ്മൾ എപ്പോഴും ഒരുമിച്ച് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സൈക്കോസൊമാറ്റിക്കിന്റെ ഒരു ബേസിക് ആയി എല്ലാ പ്രോബ്ലം നമ്മളെ മനസ്സിനെ ബാധിക്കില്ല, എല്ലാ പ്രോബ്ലം ശരീരത്തിനെ ബാധിക്കില്ല.
പക്ഷേ നമുക്കത് ക്രോണിക് ആയിട്ട് ഒരു സിറ്റുവേഷൻ തന്നെ നമ്മൾ ഒരുപാട് കാലം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്ന സമയത്താണ് ഇത് ഇഷ്യൂസിലേക്ക് എത്തുന്നത്, അല്ലെ? അപ്പം ഈ മോളോട് പറയേണ്ട ഒരു കാര്യം, ഇത് അമ്മയ്ക്ക് ഇങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അപ്പം മോക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മോളെ ഇപ്പം പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, മോക്കൊരു പർപ്പസ് എന്താണ്, നീ നെക്സ്റ്റ് ഒരു ഡോക്ടർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആരും എടുത്തു വെച്ചിട്ട് അങ്ങ് തരുന്നതെന്നല്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്ടറിനെ കൊണ്ട് ഒരു ഗുണമില്ല, സ്വന്തം ഗുണമില്ല, സമൂഹത്തിനും ഗുണമില്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് എന്തിനാണ് ആസ് എ സർവീസ് ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സർവീസ് തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. അത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് കുട്ടി മനസ്സിലാക്കണം. അതുപോലെ തന്നെ അമ്മ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഇതുപോലെ ഒരു കുട്ടി ആയിരുന്നല്ലോ കുറച്ചു കാലം മുമ്പ്. അപ്പൊ അത് മറന്നിട്ട് ഇപ്പൊ മുഴുവനായിട്ടും കുട്ടി മാത്രമാണെന്ന് പറയാൻ അമ്മയോട് വേറെ വല്ല ജോലിയും നോക്കാൻ വേണ്ടിട്ട് പറയേണ്ടത് ശരിക്കും ഹൗസ് വൈഫ് ആവാൻ ഒരു പക്ഷെ. ഓക്കെ സർ, താങ്ക് യു. ഞാൻ എൻ്റെ ആ ഒരു വേർഷനിലേക്ക് എത്തിയോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. ഓക്കെ സർ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ശുദ്ധോധൻ ഡോക്ടർ കേൾക്കാം. സർ, ഈ പ്രണയം എന്ന് പറയുന്ന ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ആയിട്ട് കുറച്ച് പേരിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളത് നമുക്കറിയാം. ഈ തേച്ചു എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യുക, അതുപോലെ പൊട്ടിക്കരയുക, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ മനസ്സും ശരീരവുമായിട്ട് അഭേദ്യമായ ബന്ധമാണ്. അതിൽ നിന്ന് വേണ്ട സമയത്തൊക്കെ റിലീസ് കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. അപ്പോൾ മക്കളെയൊക്കെ വളരെ സ്നേഹം കൊടുത്ത് നന്നായൊക്കെ വളർത്തിയാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. പക്ഷെ ഈ പ്രണയം ഒരു എന്തു പറഞ്ഞാലും, കാരണം രാജ്യം ഉപേക്ഷിച്ചു പോകുന്ന രാജകുമാരനെ ആന്റണി ആൻഡ് ക്ലിയോപാട്രയിലൊക്കെ യുദ്ധത്തിന്റെ ഇടയിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ വലിയ പദവികളിലുള്ളവരൊക്കെ വീണു പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ കരകയറ്റി എടുക്കുക വലിയ പ്രയാസം തന്നെയാണ്. ഞാൻ ഒരു കമന്റ് പറഞ്ഞേ ഉള്ളൂ. അതിലൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺഎക്സ്പ്രസ്ഡ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ആണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിനെ ബാധിച്ചു തുടങ്ങുന്നത്. നമുക്ക് അവിടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ, ഓക്കെ, ഡെത്ത്, പ്രണയം മാത്രമല്ല, നമുക്ക് എന്തിനോടും നമ്മൾ പ്രണയിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു ജീവിക്കണം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിനെ പ്രണയിക്കുന്നതിന് പകരം ഒരാളെ പ്രണയിക്കാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ ബെസ്റ്റായി. ചില ആൾക്കാർ സാധനങ്ങളെ പ്രണയിക്കുന്നുണ്ടല്ലോ രാജ്യം കീഴടക്കാൻ പോകുന്നത്. അപ്പോ രണ്ടും സ്നേഹം, ഈ പ്രണയം എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഞാനിപ്പോ എടുക്കുന്നത്. കാരണം സ്നേഹമാണ് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇമോഷൻ. ആ ഒരു ഇമോഷൻ വെച്ചിട്ട് തന്നെ പ്രണയം കൊണ്ട് മാത്രം ഈവൻ ഡോക്ടറായ ആൾക്കാരുണ്ട്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഡോക്ടറായിട്ട്. കാരണം എന്താ, റീസെന്റ് മുംബൈ മാരത്തൺ ഓടിയ ലേഡി ആദ്യമായിട്ട് ഓടിയത് 42 കിലോമീറ്ററാണ്. ഞാൻ ഏതോ ഒരു സെഷനിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ ഒരു ലേഡി അന്ന് വരെ ഓടിയിട്ടില്ല, വെറും കാലോട് കൂടിയിട്ട് ഓടി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് ഹോസ്പിറ്റലാണ്, ചികിത്സിക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയുടെ ആ സർജറിക്ക് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 4 lakhs പ്ലസ് എമൗണ്ട് ആവശ്യമുണ്ട്. പ്രണയത്തിന് ഒരുപാട് ഇതുണ്ട്, സാധ്യതകളുണ്ട്. അതേ പ്രണയത്തിനെ നമ്മൾ ഹോപ്പ്ലെസ്നെസ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ ഈ കാണുന്നത് മാത്രമാണ് എല്ലാം എന്നുള്ള ഒരു രീതിയിലേക്ക്. അതിന്റെ ബെസ്റ്റ് പാർട്ട് എടുത്തിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എപ്പോഴും നമ്മൾ ജീവിക്കുന്നത് നമ്മുടെയും സമൂഹത്തിന്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആരോഗ്യം പോവുകയാണ് ചെയ്യുക. ഈവൻ നമ്മൾ ആ ആസിഡ് അറ്റാക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ടല്ലോ പലപ്പോഴും. ഒരു എക്സ്പ്രഷൻ നോർമലായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസ് ഇൻടാക്റ്റ് ആണ്, സൊസൈറ്റി ഇൻടാക്റ്റ് ആണ്. നമ്മളത് ഓവേർട്ട്ലി നമ്മൾ എക്സ്ട്രാ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത്, മറ്റുള്ളവരിൽ നിന്ന് എക്സ്ട്രാ വേണം എന്ന് വിചാരിക്കുന്ന സമയത്ത് അവിടെ അത് അനോയൻസ് അല്ലെങ്കിൽ ആംഗ്രി മോഡിലേക്കോ അവിടെ സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിലേക്ക് അത് പോകുന്നു. ഡോക്ടർ പറഞ്ഞത് ശരിക്കും അതിന്റെ പോസിറ്റീവ് സെൻസ് ആയിട്ട് തന്നെ ഞാൻ എടുത്തത്. സർ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ചിലരെ ഈ അവശകാമുകൻ എന്ന് വിളിക്കുമായിരുന്നു.
കണ്ടാലേ അറിയാം അവശ്യകാമുകനാണെന്ന്. അത് വെച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ബന്ധങ്ങൾ ഉപേക്ഷിക്കാനും പുതിയതിലേക്ക് ജമ്പ് ചെയ്യാനും യാതൊരു മടിയില്ലാത്ത, അല്ലെങ്കിൽ അവർ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇമോഷണലി ആൻഡ് സൈക്കോളജിലി കുറെ കൂടെ മിടുക്കരാണെന്ന് ഞാൻ കരുതുന്നു. കാരണം എൻ്റെ കോളേജ് ലൈഫിലൊക്കെ ഈ ആളിനെ കാണുമ്പോഴേ പറയും അവൻ അവശ്യകാമുകനാണെന്ന് പറയും. നമ്മുടെ വേണു നാഗവള്ളി സ്റ്റൈലിൽ ഈ മയങ്ങിയ കണ്ണും പിന്നെ ഇല്ലാത്ത താടിയൊക്കെ വളർത്തിക്കൊണ്ടും ഇത്തിരി മദ്യമൊക്കെ കഴിച്ചുകൊണ്ട് ക്ലാസ്സിലൊന്നും കയറാതെ ഈ അങ്ങനെ നടക്കുന്ന ഒക്കെ ഉണ്ട്. ഒരു മനോരോഗത്തിന്റെ ഭാഗമാണ്. മരച്ചോട്ടിലിരിക്കുക. മരച്ചോട്ടിലിരിക്കുക, വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുക, ഈ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പുതിയ പിള്ളേർ വളരെ വേഗം ഈ തേക്കാനും തേച്ച് മടക്കാനും ഒക്കെ മിടുക്കരാണ്. ജമ്പ് ചെയ്യാൻ വളരെ അവിടെ മിടുക്കരാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല, ഒട്ടും യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വഴിയായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഇമോഷൻസ് ഇല്ല. ഒരുപക്ഷെ വീട്ടിൽ അങ്ങനെയുള്ള ഇമോഷൻസോ ക്ലോസ് റിലേഷൻസോ അവർ കാണുന്നില്ല. അവർ വായിക്കുന്ന പത്രമാധ്യമങ്ങളിലോ വീഡിയോസിലോ ഒന്നും അത് കാണുന്നില്ല. പല റീൽസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തിന് ഇവർ ചിത്രീകരിച്ച് വീഡിയോ ഇടുന്നു എന്ന് തോന്നിപ്പോ. പക്ഷെ അതിനാണ് മില്യൺസ് ഓഫ് വ്യൂസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളതാണ് ഇന്നിപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം കാണാൻ വീണ്ടും വീണ്ടും. അതുകൊണ്ടല്ല ഈ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ബോണ്ടിങ്ങോ ഒന്നും ഇല്ലാത്തത്. ഇന്നും ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഇമോഷൻസ് ആയിക്കോട്ടെ എക്സ്പ്രസ് ചെയ്യാനുള്ള ശരിയായ മെത്തേഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് നന്നായേനെ. പല കവികളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നിരാശയുടെയോ അല്ലെങ്കിൽ അവശ കാമുകതയുടെയോ ഒക്കെ പ്രതീകമായിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത്. പക്ഷെ അത് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട മെത്തേഡായിരുന്നു. അതിൽ നിന്ന് അത്രമാത്രം എന്താ നോബിൾ ആയിട്ടുള്ള കൃതികളാണ് ഉണ്ടായിട്ടുള്ളത്. ജസ്റ്റ് എന്തെങ്കിലും ABCD അല്ല. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒക്കെ ശരിക്കും ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രമാത്രം അദ്ദേഹം പറയാറുണ്ട് അല്ലെ പ്രണയത്തിനെ പറ്റി. ഒരു പക്ഷെ ആ സമയത്ത് ഈവൻ റീസെന്റ് കൂടെ അദ്ദേഹം ഒരു ചർച്ചയിലുണ്ടായിരുന്നു. ഒരു വ്യക്തിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പൊതുവെ നമുക്ക് അന്ന് എക്സ്പ്രസ് ചെയ്യാൻ ശരിയായ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യവും മറ്റ് ആൾക്കാരെയും കാണാനുണ്ടായിരുന്നു അങ്ങനെ ഒരു രീതിയിൽ. അതുകൊണ്ടാണ് അവശ്യകാമുകൻ എന്ന് വിളിച്ചിരുന്നത്. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല. നീ അവശ്യകാമുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതോ നരകത്തിൽ ഇരിക്കേണ്ട ഒരാളാണ് എന്നുള്ളൊരു ബോധമാണ് ആൾക്കാർക്ക് വരിക ആദ്യം തന്നെ. അപ്പൊ പിന്നെ തേച്ചു പോവാതെ എന്ത് ചെയ്യും അല്ലെ? നമ്മുടെ ചിന്താഗതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീട്ടിൽ തന്നെ നമ്മുടെ നാട്ടില് ഇന്നിപ്പോ ആദ്യമായിട്ട് ഞാൻ രാവിലെ പത്രത്തിൽ കണ്ടൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ അടുത്ത് MDM ഏതോ ഒരു മയക്കുമരുന്ന് പിടിച്ചു. എത്രയോ കോടി രൂപയുടെ. എനിവേ ആദ്യമായിട്ട് ഞാൻ അറിഞ്ഞ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ അപ്പുറത്താണ്. ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ നാട്ടിലും എത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് കിട്ടാനുള്ള എല്ലാം, എനിക്ക് ആ ഒരു ഡെപ്തിലേക്ക് പോണോന്നറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് ഒരു പോലീസുകാരനാവണമെങ്കിൽ കള്ളത്തരം എങ്ങനെ ചെയ്യുന്നു എന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നല്ലൊരു കള്ളന് നല്ലൊരു പോലീസുകാരനാവാനും. പക്ഷെ ഇയാൾ ഈ കള്ളൻ ഈ ഒരു കഴിവ് കളവ് ചെയ്യാൻ മാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാലോ? ഇന്നത്തെ മെത്തേഡ് ഇപ്പൊ അതാണ്. ഇങ്ങനെയാണ് കളവ് ചെയ്യേണ്ടതെന്ന് ആദ്യം കാണിക്കും. ദൃശ്യം സിനിമ ഉദാഹരണം എടുത്തു. ആ രീതിയിൽ 4 or 5 കേസുകൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തു, ഇൻക്ലൂഡിങ് ആന്ധ്രയിലും ബീഹാറിലും അടക്കം. കേരളത്തിൽ മാത്രമല്ല. മീൻസ് അത്രമാത്രം രീതിയിലേക്ക് ദൃശ്യമാധ്യമങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമുക്കിന്ന് ഷോർട്സ് അല്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോമഡി, എങ്ങനെയുള്ള കോമഡിയാണ്? ഒരാള് മറ്റേ ആളെ കളിയാക്കുക. ഇതാണ് ഇന്നത്തെ കോമഡി. അവിടെ റിലേഷൻഷിപ്പിന് എന്ത് സാധുതയാണ് കുട്ടികളായാലും വലിയവരായാലും കാണുന്നത്? മറ്റൊരാളെ കളിയാക്കുന്നതാണ് ശരിയായ രീതി എന്നും അല്ലെങ്കിൽ ഇന്നത്തെ ശരിയായ കോമഡി എന്നും. എല്ലാത്തിലും മാറ്റം വന്നിട്ടുണ്ട്. പ്രണയം മാത്രമല്ല, നമ്മുടെ ഇമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ എൻജോയ്മെന്റ് ഇത്രമാത്രം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പെർഫെക്റ്റ് ആവണം എന്നല്ല. കുറച്ചെങ്കിലും ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ സമയമായിട്ടില്ലേ? എനിക്ക് തോന്നുന്നുണ്ടെന്ന്. ഇപ്പൊ ഇന്നലെ കണ്ട ഒരു വീഡിയോയില് ഒരു ഫങ്ഷണൽ മെഡിസിന്റെ ഒരു രീതി പറയാണ്.
6 വയസ്സിന് മുമ്പുള്ള കുട്ടികൾക്ക് ഷോർട്സ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ 1 മിനിറ്റിൽ കുറവ് 60 സെക്കൻഡിൽ കുറവുള്ള ഒരു വീഡിയോ ഒരു തരത്തിലും കാണിക്കാൻ പാടില്ല. കാരണം അവരുടെ മനസ്സിലുള്ള ഇമ്പൾസസ് ന്യൂറോളജിക്കൽ ഇമ്പൾസസ് ആണ്. നമുക്കൊരു കാര്യം കാണുമ്പോൾ ഉണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഡോപ്പമൈൻ ഒക്കെ സെക്രീറ്റ് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. അപ്പൊ അത് ഓരോ മിനിറ്റിലും വ്യത്യസ്ത രീതിയിൽ സെക്രീറ്റ് ആവേണ്ടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോളജിക്കൽ ഫങ്ഷനിങ് പൂർണ്ണമായിട്ട് തെറ്റും എന്നാണ് അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും അത് കാണിക്കരുതെന്ന് ഈ ചെറിയ കുട്ടികളോട് പറയുമ്പോൾ നമ്മളെന്താ 6 വയസ്സിന് ശേഷമുള്ള ഒരു ഭയങ്കര പെർഫെക്റ്റ് ആവും? നമുക്കും ഇതേ ത്രെട്ട് ഉണ്ട് അല്ലെ? ഓൺലി തിങ് നമ്മൾ അതിനോട് കുറച്ച് തേച്ച് പരുവപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് എഫക്റ്റ് ചെയ്യില്ലായിരിക്കും. പക്ഷെ അതല്ല ശരിയായ വഴി. മോർ എക്സ്പെക്ടേഷൻ വിത്ത് ഹൈ ഇമോഷൻ ആണ് ഇപ്പം റണ്ണാകുന്ന മെക്കാനിസം. എക്സ്പെക്ടേഷൻ കൂടുതൽ, ഇമോഷൻ അതിനൊപ്പം നിൽക്കുക. പിന്നെ നെഗറ്റിവിറ്റിയിലൂടെയാണ് ഇന്നെല്ലാ വൈറൽ പാർട്ടുകളും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കാണാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ കൊച്ചു കുട്ടികൾ കാണുന്ന ചെറിയ കുട്ടികളുടെ വീഡിയോസ് പോലും ഓരോ സ്ക്രീനും തമ്മിലുള്ള വ്യത്യാസം വളരെ ഫാസ്റ്റ് ആണ്. അപ്പൊ ആ ഫാസ്റ്റ്നെസ് കൊണ്ടാണ് ഈ HD അല്ലെ ഹൈപ്പർ ആക്ടിവിറ്റിയും LDയും ലേണിംഗ് ഡിസബിലിറ്റിയുടെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ആരോട് പറയാനാ? പക്ഷെ എപ്പോഴും അങ്ങനെയുള്ള സ്കൂളുകൾ, ബഡ് സ്കൂളുകളൊക്കെ വളരെ 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 കൂടുതലായി കാണും. അതൊരു കഴിഞ്ഞ ദിവസം പരസ്യം കണ്ട പോലെ അങ്ങനെയുള്ള കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കുന്ന വലിയൊരു റെസിഡൻഷ്യൽ സ്കൂൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞൊക്കെ പത്രത്തിൽ ന്യൂസ് കാണുമ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നില്ല എന്ന് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, മോഹൻദാസ് സാർ അൺമ്യൂട്ട് ചെയ്യും. സാറേ, ഈ 4 പില്ലേഴ്സ് പറഞ്ഞു: ഫുഡ്, എക്സസൈസ്, ഗുഡ് സ്ലീപ്പ്, പിന്നെ ഒന്നുകൂടെ പോസ്റ്റ് മെന്റൽ PMA, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അത് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏത് പരിതസ്ഥിതിയിലും ആക്ച്വലി പരാജയം വിജയത്തിന്റെ സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ കോണിപ്പടിയിലെ ആദ്യത്തെ സ്റ്റെപ്പാണെന്നൊക്കെ പൊതുവെ പറയുന്നുണ്ട്. ഇത് ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ നോക്കുന്ന രീതിയാണ്. ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ലെന്ന് നമ്മൾ കണക്കാക്കുന്നതും പോസിറ്റീവ് രീതിയാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് എപ്പോഴും ഉണ്ടായിന്ന് വരില്ല. അത് രോഗാവസ്ഥയിലാണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണെങ്കിലും. ബസ് ലേറ്റായി, അല്ലെങ്കിൽ ബസ് തൽക്കാലത്തേക്ക് ഒന്ന് നിന്നു, നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. ഒരാളെ ഇറക്കാൻ നിർത്തിയതാണെന്ന് ചിന്തിക്കാം, അതല്ലെങ്കിൽ ഒരു ബൈക്കിനെ തട്ടിയത് കൊണ്ട് ബസ് നിർത്തിയാണെന്ന് ചിന്തിക്കാം. ഇതിൽ ഏത് രീതിയിലാണ് നമ്മുടെ മനസ്സ് ഏറ്റവും ആദ്യം പോകുന്നത്, അത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിഹേവിയറിന്റെ പാർട്ടായിട്ട് കുറച്ച് ദിവസങ്ങളിൽ മാറും. അപ്പൊ ആളെ ഇറക്കാൻ നിർത്തിയതാണെന്നും ആരോ കൈ കാണിച്ചു അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് നിർത്തിയതാണെന്നും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആവണം. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് പറ്റില്ല. ഒരുപക്ഷെ എഗൈൻ പാസ്റ്റ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇന്റലിജ് ചെയ്യുന്ന മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന രീതിയോ വെച്ചിട്ട് മാത്രമേ പറ്റുള്ളൂ. അവിടെയാണ് ഈ 3 കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, എന്ത് വായിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഇൻപുട്സ്, അതിനനുസരിച്ചാണ് ഇത് പോസിബിൾ ആവുക. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമായി കാണാനുള്ള നമ്മുടെ വ്യക്തി വൈഭവം, അതാണ് PMA അല്ലെ? ഒരു സെന്റൻസിലെ ഞാൻ കുറെ വലുതാക്കി പറഞ്ഞു. അല്ലെ, നമുക്ക് ചുറ്റും എപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളല്ലേ ഉള്ളൂ, അനുകൂല സാഹചര്യങ്ങൾ വളരെ കുറവാണല്ലോ. അപ്പൊ അതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കഴിവ്. ഓക്കെ, വേറെ ആരുള്ള? വേറെ എനിബഡി എൽസ്? ഷെർലി മാം, ജോർജ് സാർ, അബ്ദുൾ റഹീം സാർ, യാസിൻ, ആരൊന്നും പറയുന്നില്ല? എല്ലാവർക്കും അറിയാമോ? എക്സ്ക്യൂസ് മീ സർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ ഉള്ള കുട്ടികളെ എനിക്ക് തോന്നിയൊരു വ്യത്യാസമാണ്, പൊതുവെ അങ്ങനെ സ്കൂളിലൊന്നും ഓപ്പൺ അപ്പ് ആവില്ല എന്ന് തോന്നും. ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളോ സിബ്ലിങ്സ് തമ്മിലുള്ള ഒരു റിലേഷൻസോ അല്ലെങ്കിൽ ഒരു അടുപ്പമൊന്നും പണ്ട് നോക്കിയോണോ നമ്മൾ കുറച്ചും കൂടി ഇന്റിമസി ഉണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ അടുത്ത്.
ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നിപ്പോ അവരുടെ അച്ഛൻ എന്ത് ചെയ്യണോ അല്ലെ അമ്മ എന്ത് ചോദിച്ചവർക്ക് അറിഞ്ഞൂടാ. അതായത് ഒരു അടുപ്പത്തിലുള്ള ഒരു സർക്കിൾ ഉള്ളതായിരിക്കും, എന്നാൽ പോലും ആരുടെയും ഡീറ്റെയിൽസ് ആർക്കും അറിഞ്ഞൂടാ. അതായത് പൊതുവെ നോക്കുമ്പോ ആർക്കും ആരോടൊരു ഇന്റിമസി ഇല്ലാത്തൊരു ഫീൽ ഇപ്പൊ തോന്നാറുള്ളത്. അത് എനിക്കറിയില്ല അതെല്ലാരും എങ്ങനെയാണോ എന്ന് അറിഞ്ഞൂടാ. സാറിന് എന്താ പറയാനുള്ളത്? വീട്ടിൽ പോലും ഇല്ല, അതാണ് പ്രശ്നം അല്ലേ? ആ അല്ല, ഒരു പിയർ ഗ്രൂപ്പ് ആകുമ്പോ ഉണ്ടാവേണ്ടതാണെന്ന് നമ്മൾ വിചാരിക്കുന്നല്ലോ. പക്ഷെ പിന്നെ വേറൊരു ഇപ്പൊ സ്കൂളിലുണ്ടായ ഒരു കുട്ടി വീട്ടിൽ വലിയൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആണ്, രണ്ടും കൂടെ ഒരുമിച്ച് പറയാം. അപ്പോ അമ്മ വിളിച്ചിട്ട് വിഷമിക്ക് ഒരുപാട് സങ്കടപ്പെടി കുട്ടി അമ്മയടുത്ത് ഒരുപാട് നുണ പറയും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞൊരു കള്ളം എന്ന് പറഞ്ഞാല് 2 ദിവസം ക്ലാസ്സിൽ വന്നില്ല. അപ്പോ കുട്ടി ഫ്രണ്ടിന്റെ അടുത്തപ്പോ ഫ്രണ്ടിനോട് ചോദിച്ചു നിനക്ക് വല്ല മെസ്സേജ് ഇട്ടിരുന്നോ ചോദിച്ചു പറയാണ് അവള് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിരിക്കണയാണ് ഈ കുട്ടിക്ക് മിനിഞ്ഞാന്ന് ദിവസം. അപ്പൊ അമ്മയെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ല, വെറുതെ പറയണയാണ്. അപ്പൊ നാളെ അവരെയും കൊണ്ട് ഒരു ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അപ്പോ അതിനു മുമ്പ് വരെ അവൾക്ക് വീട്ടിൽ ഇരിക്കാനായിട്ടൊരു ഉപാധിയായിട്ടാണ് ഈ ഒരു നുണ ഉണ്ടാക്കി എടുത്തിരിക്കണയാണ്. പിന്നെ ഈ കുട്ടി അമ്മ പറയുന്നുണ്ട് വീടിനകത്ത് ഫുൾ ടൈം വാതിലടച്ചിരിക്കുക, മൊബൈൽ ഫോൺ എപ്പോഴും കയ്യിൽ വെക്കുക, അമ്മയോട് ഒരു തരത്തിലുള്ള ഒരു ഇന്റിമസി ഇല്ല എന്ന് പറയും, ഒരു അടുപ്പേ ഇല്ല. പിന്നെ വീട്ടിലെ ആന്റിയാണ്, അച്ഛന്റെ പെങ്ങള് കൂടെ ഉണ്ട്. അച്ഛനും ആന്റിയും ഈ കുട്ടി ഒരു കോക്കസ്. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് വീടിന് വേണ്ടി ഏൺ ചെയ്യുന്നതൊക്കെ അമ്മയാണ്. അപ്പൊ ഒരു ഇത്തിരി പോലും മനസ്സലിവില്ലാണ്ടാണ് കുട്ടിയും അവരൊക്കെ പെരുമാറുന്നത്. അവര് വല്ലാണ്ടൊരു വിഷമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്നും പറയാനില്ല, ഒരു പരിഹാരം എന്ന് പറയാനായിട്ട് ആ വീട്ടിലെ സിറ്റുവേഷൻ മാറ്റാൻ പറ്റുന്നില്ല. കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൾക്കൊന്നും കൺവിൻസ്ഡ് ആവുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ടീച്ചർമാരാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എല്ലാ കുട്ടികളുടെയും വീട്ടിലത്തെ അവസ്ഥ ഒരുപക്ഷെ വളരെ മോശത്തിൽ നിന്ന് വളരെ മോശത്തിലേക്ക് പോകുന്ന രീതിയാണ്. അപ്പൊ അവിടെ പൊതുവെ കാണുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഈ അമ്മയും കുട്ടികളും തമ്മിൽ ഒരുപക്ഷെ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഈ റൂം അടച്ചു വെച്ചിരിക്കുക എന്ന് പറയുന്നത്, ഇതൊക്കെ അവരെവിടുന്നാ പഠിക്കുന്നത്? അവര് വീട്ടിൽ നിന്ന് എങ്ങനെ കാണുന്നതിനുള്ള നമുക്കിതിന് സൊല്യൂഷൻ ഇല്ലല്ലോ. ഇവരോട് ചോദിക്കുമ്പോ ഇവര് പക്ഷെ വളരെ നല്ലൊരു ലേഡിയാണ് അമ്മ, പക്ഷെ അവരുടെ വീട്ടില് ബാക്കിയുള്ളവരെയാണ് ഈ കുട്ടി മോഡലാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പൊ അവര് അനാവശ്യമായി കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അനാവശ്യമായ കാര്യങ്ങൾക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ വെച്ച് ഫോൺ വാങ്ങിച്ചു കൊടുത്തു, അപ്പോഴേക്ക് അമ്മ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അമ്മ അവിടെ ഹെൽപ്ലെസ് ആയി മാറുക ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ കേസസ് അത് ഞാൻ അടുത്തിടെ ഒരു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഹെൽത്തിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ പോയത്. അപ്പൊ ഹെൽത്തിൽ പ്രത്യേകിച്ചും എന്താണ് കഴിക്കേണ്ടത്, കുട്ടികളുടെ ഭക്ഷണ കാര്യങ്ങളുമായിട്ട് സംസാരിക്കാനാണ് പോയത്. അന്ന് ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 7 കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഇൻഡിവിജ്വൽ കൗൺസിലിംഗിലേക്ക് ഞാൻ ഇപ്പോൾ പൊതുവെ പോകാറില്ല. അതുകൊണ്ട് തന്നെ ടോപ്പിക് ഹോളിസ്റ്റിക് എന്നുള്ള അപ്രോച്ച് വന്നതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. അപ്പൊ ആ ടോപ്പിക്ക് വന്നപ്പോൾ തന്നെ ഏതാണ്ട് ഇതേപോലെയുള്ള ഒരു കുട്ടി, ആക്ച്വലി ഇവിടെ അച്ഛനും അമ്മയും ആയിരുന്നു പ്രധാനപ്പെട്ട ആൾക്കാര്. അമ്മയായിട്ട് കുട്ടിക്ക് ഒട്ടും ഇഷ്ടമില്ലെന്നുള്ള രീതിയിൽ. എന്നാൽ അതേസമയത്ത് ഈ കുട്ടിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് മുഖേനയാണ് സംസാരിക്കാൻ തുടങ്ങിയത്. ആ കുട്ടി അവിടെ നിർത്തിൽ കരഞ്ഞു. കുട്ടികള് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, ശരിയായ സ്ഥലത്ത് അവരെത്തിയിട്ടില്ലെങ്കിൽ പലപ്പോഴും അവരുടെ ഭാവി, അതുപോലെ തന്നെ പിന്നീട് കുട്ടികളുടെ ഭാവി പോയി കഴിഞ്ഞാൽ പാരന്റ്സിന്റെ ഭാവി പോയി. എല്ലാം നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവനും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് എല്ലാവരും വെപ്പ്. അത് നിർത്തിയാൽ തന്നെ പകുതിയിലധികം ശരിയാവും. എനിക്ക് എൻ്റെ പർപ്പസ് ലൈഫിൽ ഉണ്ടെങ്കിൽ ഞാൻ കുട്ടികൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ രീതിയാവും. ആസ് എ ടീച്ചർ നിങ്ങൾക്കും ഇപ്പൊ ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കുട്ടികളെയും മാറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രീം ലെവലിൽ പോകാൻ നിങ്ങൾ തയ്യാറാവുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 10 പേരുടെ ഒരു മീഡിയോക്കർ ലൈഫ് എന്ന്, 10 പേര് മിഡിൽ കാപ്പബിലിറ്റി ഉള്ള കുട്ടികൾ അവരുടെ ഗ്രോ ചെയ്തിട്ട് അവർ എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ടാവും. എല്ലാ ടീച്ചർമാരും ഈ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാറ്റാൻ പറ്റാവുന്നതേ ഉള്ളൂ.
100% സൊസൈറ്റിയെ നമുക്ക് ഈ ഒരു കൊല്ലം കൊണ്ട് മാറ്റാൻ പറ്റില്ല. അതേ സമയത്ത് നമ്മൾ ഈ ലെവലിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ 20 വർഷത്തെ മോശം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു കഴിഞ്ഞ 15 വർഷത്തെ ഇന്റർനെറ്റ് തുടങ്ങിയിട്ട് ഇത്രയും വിപുലമായിട്ട് നമ്മൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അല്ലെ, എല്ലാ നെഗറ്റീവ് ന്യൂസും അല്ല ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ മൊബൈലിലേക്ക്, അല്ലെങ്കിൽ പത്രത്തിന്റെ ഹെഡിങ്ങുകൾ. ഇവിടെയൊക്കെ നമ്മളൊരു സെലക്റ്റീവ് റിജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ആക്സെപ്റ്റൻസ് മാത്രം പോരാ, ഇവിടെയൊക്കെ സെലക്റ്റീവ് ആയിട്ട് നമ്മൾ റിജക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഈ 15 വർഷം എടുക്കില്ല ഇതിനൊന്ന് മാറ്റിയെടുക്കാൻ. ആസ് എ ടീച്ചർ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം എങ്ങനെ സ്പ്രെഡ് ചെയ്യാം എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കാം. അല്ല, നമ്മളിപ്പോ ടീച്ചർ ആ തന്നെയല്ലേ? സാറ് നമ്മളിപ്പോ ആ കുട്ടിയുടെ അമ്മയും കുട്ടിയെ ഇരുത്തി സംസാരിച്ചപ്പോൾ അവള് കുറെ കരഞ്ഞു. അപ്പൊ അമ്മ പറയുന്നുണ്ട് അതിനുശേഷം കുറെ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് എന്ന്. പക്ഷെ ഇങ്ങനെയുള്ള ഈ സ്വഭാവം കൂടി നമ്മൾ മാറ്റിയെടുക്കാൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഗ്രാജുവലി ചിലപ്പം ശരിയാ, കുറെയൊക്കെ വ്യത്യാസപ്പെടാൻ പറ്റുമെന്ന് കരുതുന്നു. പേഴ്സണലി സംസാരിക്കുന്നത്, പേഴ്സണലി കേൾക്കുന്നത് കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന കുട്ടികൾക്ക് അപ്പോഴും മാത്രം മനസ്സിലാവും. അപ്പൊ അത് പക്ഷെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എല്ലാവർക്കും കൊടുക്കാനൊന്നും ഒരുപക്ഷെ ഒരു ടീച്ചർക്കും പറ്റില്ല. പക്ഷെ വീട്ടിലെ സിറ്റുവേഷൻസ് അതുപോലെ തന്നെ നിൽക്കല്ലേ സാറേ? അതെ, സിറ്റുവേഷൻസ് നമുക്ക് മാറ്റാൻ പറ്റില്ല, നമുക്ക് അവിടുന്ന് ഗ്രോ ചെയ്യാനേ പറ്റൂ. ടീച്ചർക്ക് മാറ്റാൻ പറ്റുമോ? ടീച്ചറുടെ വീട്ടിലെ സിറ്റുവേഷൻ ഓവർനൈറ്റ് മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ വേണ്ട, അടുത്ത 2 മാസത്തിനുള്ളിൽ നമുക്ക് മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമോ? പലപ്പോഴും ഞാൻ എയർഫോഴ്സിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുക എങ്ങനെയാണെന്നറിയോ? ഓക്കെ, ഇവിടുന്ന് ട്രാൻസ്ഫർ പോയി പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എൻറ്റയർലി പുതിയ ആളായിട്ടുണ്ടാവും. ട്രാൻസ്ഫർ പോകുമ്പോൾ എന്റെ ഫ്രണ്ട് സർക്കിൾ മാറി, അതുപോലെ തന്നെ എന്റെ വീട് മാറി, അറ്റ്മോസ്ഫിയർ മാറി, എല്ലാം മാറി. അപ്പൊ അങ്ങനെ ഒരു സോളിഡ് തീരുമാനം എടുത്തിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് പുതിയ സ്ഥലത്ത് എത്തിയ ഉടനെ നമ്മൾ കാണുന്ന ഒരു പക്ഷെ ഒന്ന് നമ്മുടെ കൂടെ 5 കൊല്ലം മുമ്പ് വർക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ട് നമ്മുടെ പാസ്റ്റ് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. ഈവൻ ഇഫ് ആരും ഇല്ലെങ്കിലും എനിക്കറിയാലോ എന്റെ പാസ്റ്റ്, ഞാൻ അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ തേടിപ്പിടിക്കും. അപ്പൊ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മാറ്റിയിട്ട് നന്നാവാം എന്ന് തീർച്ചയായിട്ടും പറ്റില്ല. നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു കൂടുതൽ കാര്യം കണ്ടെത്താൻ പറ്റണം. കുട്ടികളെ സംബന്ധിച്ച് ആ മാർക്ക് ഓറിയന്റഡിലേക്ക് വരുന്നത് പലപ്പോഴും ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കും. പക്ഷെ മാർക്ക് ഓറിയന്റഡ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് കൊടുക്കുന്നത്, മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്നുള്ള, അല്ലെങ്കിൽ ഓവർലി സ്ട്രെസ് ആവാണ്. ഏറ്റവും കൂടുതൽ IIT അല്ലെങ്കിൽ BE എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ തരുന്ന ഒരു സ്ഥലമാണ് കോട്ട. ഈവൻ മെഡിക്കൽ ആയാലും ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് അവിടെയാണ്. അത് അവരുടെ പ്രഷറാണ്, അവർക്ക് അത് കഴിവില്ലാഞ്ഞിട്ടല്ല. എല്ലാം ഈ IIT-യിൽ പോയ ആൾക്കാര്, ഇന്ന് രസമുള്ള ഒരു കാര്യം ഉണ്ടായി, കുട്ടികൾ എങ്ങനെയാ വളരുന്നെന്നുള്ളത് നമ്മൾ അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇന്ന് എന്റെ ഓഫീസിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയോട് ഞാനൊരു ആപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞു. ഈ കുട്ടി എഴുതിയ ആപ്ലിക്കേഷനിൽ ആകെ കൂട്ടിയിട്ട് 3 ലൈനേ ഉള്ളൂ. ഒന്ന്, കുട്ടിയുടെ പേര് ഇതാണ്, അതുപോലെ തന്നെ ഇന്ന ആവശ്യത്തിനാണ് ഞാനിത് എഴുതുന്നത്, ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഇങ്ങനെയല്ല, ഇതിനൊരു ഫോർമാറ്റ്, ഫ്രം ഇന്ന ആള് ടു ഇന്ന ആൾക്ക്, എന്നിട്ട് ഇങ്ങനെ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് എഴുതാൻ പറഞ്ഞു. ആ കുട്ടിക്ക് ഞാൻ പുതിയൊരു പേപ്പർ കൊടുക്കുന്നതിന് പകരം ഇപ്പൊ കൊടുത്ത പേപ്പർ A4 ഷീറ്റ് തന്നെ ഞാൻ തിരിച്ചു വെച്ചിട്ട് എഴുതാൻ പറഞ്ഞു. ആ കുട്ടി വീണ്ടും അത് ഇതുപോലെ തന്നെ എഴുതി, 2 ലൈൻ കൂടി കൂടുതൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്ത് കാരണം കൊണ്ടാണ് ഇത് എഴുതിയത്, ആരാണെന്ന് എന്താണെന്നോ അപ്പോഴും ഇല്ല. ഞാൻ കുട്ടിക്ക് എഴുതുന്നത് വേറൊരാൾ എഴുതിയ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു രീതിയിൽ ഫ്രം ടു ഡിയർ സർ, ഇന്ന ആവശ്യത്തിനാണ് ഞാൻ എഴുതുന്നത്, എന്നിട്ട് കണ്ടന്റ്, താഴെ പേര്, ഒപ്പ്, ഇത്രയും എഴുതാൻ പറഞ്ഞു, ഡേറ്റ്. ഈ കക്ഷി അതിനുശേഷം ഫ്രം എഴുതിയിട്ടുണ്ട്, ഒരു ലൈനിൽ മുഴുവൻ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ട്. അവസാനം പേരൊക്കെ എഴുതി ഒപ്പിട്ടു. അത് വലിയ കഥയാണ്. ഞാൻ ഈ പേജ് A4 ഷീറ്റ് കുറച്ച് മടക്കിയിട്ട്, നമ്മള് മാർജിനൊക്കെ വിടുമല്ലോ, ഇതുപോലെ മടക്കിയിട്ടാണ് ഞാൻ കക്ഷിക്ക് കൊടുത്തത്. ഈ കക്ഷി അത് തുടങ്ങിയത് തന്നെ മാർജിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മുഹമ്മദ് എന്നുള്ള പേര് ആദ്യം എഴുതാൻ വിട്ടുപോയി, ഫായിസ് എന്ന് മാത്രമേ എഴുതിയുള്ളൂ. അപ്പൊ ഈ മുഹമ്മദ് എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് ഫായിസിന്റെ മുന്നിൽ ചെറുതായിട്ട് എഴുതി വെച്ചു.
ഒരു ആപ്ലിക്കേഷൻ എഴുതാൻ പോലും ഡിഗ്രി പാസ്സായ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് അറിയില്ലെങ്കിൽ ഇയാൾ എന്തിനാ പഠിക്കുന്നത്? ഞാൻ ഒരു ടീച്ചർ ആയിരുന്നെങ്കിൽ ഞാൻ അന്നേരം എന്റെ ഓഫീസിൽ ഞാൻ 2-3 പേര് ഇത് കണ്ടു. ഞാൻ നിന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കണ്ടു. അപ്പൊ ഈ കക്ഷി പോയി കഴിഞ്ഞ ഉടനെ തന്നെ എന്നോട് വേറൊരാൾ ചോദിച്ചു, ഒരു ടീച്ചർ ആയിരുന്നു, നല്ല പ്രൊഫഷൻ അല്ലേ? ഒരു ടീച്ചർ ആയിരുന്നെങ്കിൽ ഞാൻ അവനെ കൊണ്ട് 10 പ്രാവശ്യം അത് ഇമ്പോസിഷൻ എഴുതിച്ചിട്ട് മാത്രമേ അവിടുന്ന് വിടുള്ളൂ. കാരണം നമുക്ക് തുടങ്ങുന്ന മീൻസ് നമ്മുടെ പഠനം തുടങ്ങുന്നത് നമുക്ക് എന്ത് വേണമെന്ന് വ്യക്തമായി മറ്റൊരാളോട് പറയാനുള്ള കഴിവ് വെച്ചിട്ടാണ്. അത് വെറുതെ കരഞ്ഞിട്ടോ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തിട്ടോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്റെ വിശ്വാസം, എന്റെ ആത്മവിശ്വാസം കൂടുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ശരിയായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ, എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാനല്ല, ആ ഒരു രീതിയിലേക്ക് എനിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ എന്റെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അവർ പഠിക്കുന്നത്? എപ്പോഴാണ് അത് പഠിക്കുക? ഇതായിരിക്കാം ഒരുപക്ഷെ ഇത് ഞാൻ ഇപ്പൊ പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ NCCയില് എയർഫോഴ്സിലെ IIT മദ്രാസിലെ NCCയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ലീവ് അപ്ലിക്കേഷൻ ആയിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ലീവ് അപ്ലിക്കേഷനിൽ മൈ ഗ്രാൻഡ് മദർ ഈസ് വെരി സീരിയസ്, ഐ വാണ്ട് ടുമാറോ ലീവ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കുട്ടിയുടെ പേരോ കുട്ടിയുടെ എന്നത്തേക്കാ ലീവ് വേണ്ടെന്നോ ഒരു സംഭവം ഇല്ലാത്തൊരു ആപ്ലിക്കേഷൻ. ഈ കക്ഷി ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റിൽ 46ാമത്തെ റാങ്കുമായിട്ടാണ് അവിടെ ജോയിൻ ചെയ്യാൻ. ഞാൻ പറയുന്നത് ഒരുപാട് പഴയ കാര്യമല്ല, 2014 കാര്യം. അപ്പൊ കുട്ടികളെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ശരിക്കും? അത് പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും അല്ലെങ്കിൽ ഈവൻ ആസ് എ സൊസൈറ്റി നമ്മളൊക്കെ, ഞാനും അടക്കം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ടോപ്പിക്ക് സൈക്കോസൊമാറ്റിക് എന്ന് കുറെ അങ്ങ് മാറി. അല്ലേ, യഥാർത്ഥത്തിലുള്ള സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിന്റെ ബിഗിനിങ് ആണിത്. അല്ലേ, യഥാർത്ഥത്തിൽ സൈക്കോസൊമാറ്റിക് ഉണ്ടാകുന്ന ബിഗിനിങ് ആണിത്. ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്നാണ് തുടങ്ങുന്നത്. കുട്ടികളെ കൃത്യമായിട്ട് പരിശീലിപ്പിക്കും. പലപ്പോഴും നമ്മൾ എഴുതി കൊടുക്കുക, പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ എക്സ്പീരിയൻസ് ആണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആ എക്സ്പീരിയൻസും അതുപോലെ നമ്മൾ കാണിക്കുന്ന ഇമോഷൻ ലെവലും എല്ലാം കുട്ടി വളരെ കൃത്യമായിട്ട് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് അവർക്ക് പോകേണ്ട രീതികളെല്ലാം പഠിച്ച് മനസ്സിലാക്കണം. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താനോ മനസ്സിലാക്കാനോ ഉള്ള സമയം നമ്മൾ സമയത്ത് അവർ നമ്മളെക്കാളൊക്കെ ഒത്തിരി ഉയർന്ന തലത്തിലായിരിക്കും. നിങ്ങൾ പറയുന്നേക്കാൾ കൃത്യമായിട്ട് എനിക്ക് അറിയാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ പിന്നെ മാനേജ് ചെയ്യാൻ വലിയ പാടാം. പിന്നെ വേണ്ടത് ഈ പറഞ്ഞ പോലെ അധ്യാപകരെ പോലെയോ കുട്ടികളെ കൃത്യമായിട്ട് അടുത്തറിയുന്ന വ്യക്തികളുടെ ഒരു പരിഗണനയാണ്. പലപ്പോഴും കേട്ട് കാണല്ലോ, ചങ്ങാതി എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാംസ് ഉണ്ട് സ്കൂളുകളിൽ, ഈ ആന്റി സൂയിസൈഡൽ ബാനറിൽ വർക്ക് ചെയ്യുന്ന അവരോടൊക്കെ 2 മണിക്കൂറൊക്കെയാണ് ചിലപ്പോൾ. നമ്മളൊക്കെ പോയിട്ടുണ്ട്, 2 മണിക്കൂറിലധികമൊക്കെ കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കും. പക്ഷെ അവർക്ക് സൊല്യൂഷൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും അവരത് കറക്റ്റായിട്ട് വെന്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അടുത്ത പ്രാവശ്യം വരുമ്പം എന്നെ ഒന്ന് പേഴ്സണലായിട്ട് കാണാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് പ്രായോഗികമാകാൻ സാധ്യതയില്ല. എങ്കിൽ പോലും അങ്ങനെ അവർക്ക് ധൈര്യമായിട്ട് അവരുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പലപ്പോഴും അധ്യാപകരിലേക്കൊക്കെ അവർ പറയാൻ, അധ്യാപകരും മാതാപിതാക്കളും ഒരേ റേഞ്ചിലായിരിക്കും പലപ്പോഴും അവർ. അതിൽ വ്യത്യസ്തമായ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റും ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രത്യാശിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാർഗം. എനിബഡി എൽസ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഈ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോകുന്നത് ഒരു സൈക്കോസൊമാറ്റിക് ഫിനോമിനൻ ആണോ? അല്ല, അത് പാർഷ്യലി ഒരുപക്ഷെ ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവുമായിട്ട് അതിന് ബന്ധമുണ്ടാവാം. ഞാനത് എക്സാമിനേഷൻ ടൈമില് എനിക്കൊന്ന് മാർച്ചിൽ മറ്റോ ആ ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഏത് സമയത്താണ് ഉറങ്ങുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടി വരും. ബുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരിക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ ഇന്നലെ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. സോറി ടു സേ, 9:45 മറ്റോ ആയുള്ളൂ. പക്ഷെ പുസ്തകം എടുത്ത് വെച്ചിട്ടാ എന്റെ മോൻ ഇങ്ങനെ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കി ഇതെന്താ പറ്റിയെന്ന്. അതിന് റീസൺസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ടയേർഡായിരുന്നു. ഒരുപക്ഷെ ഞാൻ ആ സമയത്ത് അത്രയും
കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കാം. കുട്ടികളെ സംബന്ധിച്ച് അവർ ടയേർഡാണ്, അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അവരുടെ കംപ്ലീറ്റ് എനർജിയും ബ്രെയിനിന്റെ ഭാഗത്തുനിന്ന് മാറിയിട്ട് കൂടുതൽ ഫോക്കസ് ഡൈജഷനെ റിലേറ്റഡ് ചെയ്തിട്ട് പോകും. അപ്പോഴും ബ്രെയിൻ തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ആവും, ഉറക്കത്തിലേക്ക് പോവാം. അതല്ല അവര് എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യുന്നവരാണോ, മീൻസ് കുട്ടികൾക്ക് മിനിമം ഒരു 7 to 8 hours ഉറങ്ങുന്നത് കുട്ടികളെ സംബന്ധിച്ച് മാനസികമായിട്ട് നല്ലതാണ്. അപ്പോഴവർ മെന്റലി അജൈൽ ആവുള്ളൂ. നമ്മൾ വെറുതെ വായിക്കാൻ വേണ്ടിയിട്ട് എന്താ പരന്ന വായന എന്ന് പറയില്ല, നമ്മൾ മുകളിലൂടെ ഇങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞ് അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അവർക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്കത് ചെയ്യാൻ പറ്റണമെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ എക്സ്ട്രാ തിങ്ക് ചെയ്യുമ്പോൾ പോലും അവിടെ സംഭവിക്കാം. അപ്പൊ പൊതുവെ കുട്ടികൾക്ക് ആ ഒരു ഫീലിംഗ് മാറണമെങ്കിൽ എഴുതാൻ പറയുന്നത് നല്ലതായിരിക്കും. എന്താണ് പഠിച്ചത് അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഒരുപക്ഷെ ഈ എക്സാമിന്റെ സമയത്ത് കാല് വെള്ളത്തിൽ വെച്ചിട്ട് വായിക്കുക എന്നൊക്കെ പറയും. അതൊന്നും ഒരു കാര്യമില്ല. വെള്ളത്തില് എന്താ കാല് വെച്ച സമയത്ത് പോലും ഉറങ്ങുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ കാല് വെക്കുമ്പോൾ വെള്ളത്തിൽ ഉറങ്ങാനുള്ള സാധ്യത വീണ്ടും കൂടുതലാണല്ലോ, ഉറങ്ങാനുള്ള ഒരു മരുന്നാണല്ലോ. അപ്പോ അങ്ങനെയൊക്കെ ആവും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെ ഒരിക്കലും പഠനമായിട്ട് ബന്ധപ്പെടുത്താതിരിക്കുക. ചില കുട്ടികള് പാട്ട് കേട്ടുകൊണ്ട് വായിക്കുന്നവർ, വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെങ്ങനെ പോസിബിൾ ആവുന്നെന്ന് ഞാൻ പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. കാരണം രണ്ടും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കത് വർക്ക് ചെയ്യുന്നത്. അവർക്ക് കോൺസെൻട്രേഷൻ കുറച്ച് കൂടുക ചെയ്യുക. അതേസമയത്ത് പാട്ട് കേട്ട് ഉറങ്ങുന്ന ആള് ഇതേ പ്രവർത്തനത്തിന് പോയി കഴിഞ്ഞാൽ പാട്ട് കേട്ടിട്ട് ഒരിക്കലും അയാൾക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള മീൻസ് എന്താ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒരിക്കലും മിക്സ് ചെയ്യാതിരിക്കുക. കിടക്കയിലിരുന്ന് വായിക്കുക, എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഒരുപക്ഷെ അതായിരിക്കും. ഉറങ്ങുന്ന കിടക്കയാണെങ്കിൽ അവിടെ ഒരിക്കലും വേറൊരു സാധനം കൊണ്ടുപോകരുത്, ഇൻക്ലൂഡിങ് മൊബൈൽ. ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അസോസിയേഷൻ എന്ന് പറയും, നമ്മൾ കൊടുക്കുന്ന അൺനോയിങ് ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അൺനോയിങ് കമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നൗ ഇറ്റ്സ് ടൈം ഫോർ സ്ലീപ്പ്, അല്ലെങ്കിൽ നേരെ തിരിച്ചു ആവാം. അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് ഇന്ന് ഇൻസോംനിയ പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുന്നത്. ഉറക്കം കിട്ടാത്തതും അല്ലെങ്കിൽ ഡെപ്തിൽ ഉറക്കം കിട്ടാത്തതും ഒക്കെ അതുകൊണ്ടാവും. അത് സൊമാറ്റിക് രീതിയിലേക്കൊന്നും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഒരിക്കലും എത്തില്ല. പക്ഷെ പ്രായമുള്ളവർക്ക് സൊമാറ്റിക് വളരെ കറക്റ്റ് ആണ് താനും. സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഒന്നാമത്തെ ലക്ഷണം തന്നെ ഉറക്കം പ്രശ്നങ്ങളായിരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സനൽ സാർ വൺസ് അഗെയിൻ. സൈക്കോസൊമാറ്റിക്കിന്റെ സെക്കൻഡ് പാർട്ടും ഉണ്ടാകുമെന്ന് വിചാരിക്കുക അല്ലേ? ഇല്ല, ഞാനത് തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മീൻസ് സൈക്കോ ഫിസിയോളജിക്കൽ കൂടി പെർഫോമൻസ് സൈക്കോളജി കൂടി എടുത്തത് അതുകൊണ്ട്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സാറിനെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം. വളരെ പ്രായോഗികമായ തലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണത്. പല രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ആണ്. 95% രോഗങ്ങളും അല്ലെങ്കിൽ ഡിസോർഡേഴ്സും സൈക്കോസൊമാറ്റിക് ആണ്. പക്ഷെ നമ്മൾ അതിനെ രോഗമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാറ്റഗറിയാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും നന്ദി. നാളെ നമുക്ക് തിരുക്കുറൾ മോഹൻദാസ് സാറിൽ നിന്ന് അതിന്റെ 6ാമത്തെ സെഷൻ കേൾക്കാം. സോ താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. സനൽ സാർ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.